മേയർ എന്ന നിലയിൽ ഇത്രയും കാലത്തെ പ്രവർത്തനം എന്ത് ഫീൽ ചെയ്യുന്നു? അനന്തമായ സാധ്യതകൾ. സത്യത്തിൽ ഞങ്ങൾ പുറത്ത് പറഞ്ഞതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും ഉള്ള സാധ്യതകൾ തിരുവനന്തപുരത്ത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, തെരുവുനായ ശല്യം, ഇത് രണ്ടും നമ്മൾ പരിഹരിക്കുവാനുള്ള തുടക്കം കുറിച്ചാൽ തന്നെ ജനങ്ങൾ വളരെ തൃപ്തികരമാവും. തെരുവുനായ കാര്യത്തിൽ ഞാൻ മറുനാടൻ മലയാളിയോട് ഒരു കാര്യം ഉറപ്പ് പറയാം. ജനുവരി 30 മുമ്പ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അവരുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കോവളത്തെ വൃത്തിയാക്കാനും ഗുണകരമാക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ടോ? അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോവളത്തെ ഹോട്ടൽ ഉടമകളുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് കണ്ടിരുന്നു. പക്ഷേ അവർക്ക് തന്നെ എൻ്റെ പൾസ് കെട്ടി കാണും BJP ഭരണത്തിലെത്തുമെന്ന്. അപ്പോൾ ഗോവ മോഡൽ നമുക്ക് പരീക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അതെങ്ങനെയാണ് ഗോവ മോഡൽ? ഗോവ മോഡൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡുമായിട്ട് ചേർന്നുകൊണ്ട് വലിയ ട്രക്കുകളിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരം എവിടെയാണ്? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരം വട്ടിയൂർക്കാവിൽ 2011. മേയർ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. അതായത് പെട്ടെന്ന് രാജേഷ് ആയിരിക്കും എന്ന് കുറച്ച് പേര് പറയുന്നു, അതല്ല ശ്രീലേഖ ആയിരിക്കും എന്ന് പറയുന്നു, രാജേഷിന് വേണ്ടി RSS സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നു, മോദി ഇടപെട്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. എന്താണ് സംഭവിച്ചത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വലിയ മുന്നേറ്റം ഉണ്ടാവും. വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോഴേ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്ന BJP ആയിരിക്കും. നമസ്കാരം. കേരളത്തിൽ 6 കോർപ്പറേഷനുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. പ്രധാനമന്ത്രി വന്നാലും പ്രസിഡന്റ് വന്നാലും എന്തിനേറെ രാഷ്ട്രീയ എതിരാളിയായ മുഖ്യമന്ത്രിയാണെങ്കിലും കൂടെ അടുത്തിരിക്കേണ്ടത് തിരുവനന്തപുരം മേയറാണ്. ആ സുപ്രധാനമായ പദവിയിലേക്കാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ BJP നേതാവ് VV രാജേഷ് അവരോധിതനായിരിക്കുന്നത്. മേയർ പദവിയിൽ എത്തിയതിനു ശേഷം മറ്റ് ഒരു കോർപ്പറേഷനും ഇല്ലാത്ത വിധത്തിൽ, മുൻ മേയർമാർ ചെയ്യാത്ത വിധത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ് രാജേഷ്. ആരാണ് ഈ VV രാജേഷ്? എങ്ങനെയാണ് രാജേഷ് മേയറായത്? എന്താണ് രാജേഷിന്റെ സ്വപ്നത്തിലെ തിരുവനന്തപുരം? ഇന്നത്തെ ഈ എപ്പിസോഡിൽ വിശദമായി തന്നെ സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം VV രാജേഷിനെ തിരുവനന്തപുരംകാർക്കറിയാം, BJPക്കാർക്കറിയാം, പക്ഷെ കേരളത്തിൽ മൊത്തം VV രാജേഷ് മേയർ എന്നറിയാം, നല്ലതല്ല. അപ്പം എനിക്ക് രാജേഷ് ബേസിക്കലി അടിസ്ഥാനപരമായി എവിടുത്തുകാരനാണ്. ഞാൻ നെടുമങ്ങാട് താലൂക്ക് കരിപ്പൂർ വില്ലേജിൽ, അവിടെ ഗ്രാമപ്രദേശത്ത്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബം ആണ്. അച്ഛനൊക്കെ അച്ഛൻ CPIയുടെ പ്രവർത്തകനായിരുന്നു. രാജേഷ് എങ്ങനെ? അമ്മ കോൺഗ്രസ് ഫാമിലിയായിരുന്നു. അപ്പോൾ അമ്മയുടെ അച്ഛൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിരുന്നു ആറ്റിങ്ങൽ ചെറിയ. രാജേഷ് എത്ര വയസ്സായി? ഞാനിപ്പോൾ 49. എങ്ങനെയാണ് BJP അല്ലെങ്കിൽ RSSലേക്ക് വരുന്നത്? ഞാൻ MG കോളേജിൽ പ്രീ ഡിഗ്രിക്ക് 90-92 MG കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഞാൻ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകനായിരുന്നു. വന്നപ്പോഴാണ് മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്ര കേശവാസ്വരം വഴി കടന്ന് ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന യാത്ര. ഈ യാത്ര കാണാൻ വേണ്ടി ഞങ്ങൾ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം പോയി. എങ്കിലും പോയി, എല്ലാവരും പോയി. അതൊരു ഓളത്തിലെല്ലാവരും അങ്ങ് പോയി. അപ്പോൾ തിരുവനന്തപുരം നമ്മൾ ഇതുവഴി കേശവസ്വരത്തുനിന്ന് അവിടെ വഴി വെമ്പായം വഴി ആണ് ആ ജാഥ അന്ന് പോയത്. ഏകതാ യാത്ര ജമ്മു കാശ്മീരിൽ ദേശീയ പതാക ഉയർത്തുക. അന്ന് ആ പോരാട്ടം നടക്കുന്ന സമയമാണ്. അത് കണ്ടു. അത് കണ്ടപ്പോഴേക്കും ഒരു ദേശീയ മുന്നേറ്റത്തിനെ കുറിച്ചുള്ള ഒരു അനുകൂല ചലനങ്ങൾ മനസ്സിലുണ്ടാക്കി. ഈ സമയത്താണ് അയോധ്യ മൂവ്മെൻറ്റ്. അപ്പോഴാണ് മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക് എന്ന സ്ലോഗൻ ഉയർത്തി P. പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. ഈ സമയത്തുണ്ടായ മാറ്റവും ഇടതുപക്ഷ ആശയങ്ങളുടെ തകർച്ച അപ്പോൾ തന്നെ SFIൽ പ്രവർത്തിക്കുന്നത് തന്നെ ബോധ്യപ്പെട്ടിരുന്നു. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളതായിട്ട്. അങ്ങനെയാണ് മെല്ലെ മെല്ലെ അപ്പോഴേക്കും നാട്ടിലുള്ള RSSൻ്റെ ശാഖയിൽ അവിടുത്തെ പ്രവർത്തകർ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അവർ ചെല്ലാൻ വേണ്ടി ക്ഷണിക്കുന്നു. കുറച്ച് ദിവസം ശാഖയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അന്നത്തെ ചുമതലയുള്ളവർ പറഞ്ഞ് ABVPയിലാണ് പ്രവർത്തിക്കുന്നത്. നെടുമങ്ങാട് ABVPയുടെ താലൂക്ക് പ്രസിഡന്റാക്കി. അപ്പോൾ തന്നെ ഒരു 6 മാസം. അങ്ങനെയൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അവിടെ ABVP ആയിരുന്നു അന്ന് ശക്തമല്ലേ? അന്ന് ABVP SFI ഉണ്ടായിരുന്നു. ABVP ശക്തമായിരുന്നു. പിന്നീട് ABVP കഴിഞ്ഞിട്ട് മാർവാൻസ് കോളേജ് ഡിഗ്രിക്ക് പോയപ്പോഴാണ് ഞാൻ ABVPയുടെ താലൂക്ക് പ്രസിഡന്റ് നെടുമങ്ങാടാവുന്നത്. യുവാനിയസ് കോളേജിൽ യൂണിറ്റ് ഇല്ല, പക്ഷേ നെടുമങ്ങാട് ABVPയുടെ താലൂക്ക് പ്രസിഡന്റ് 5 വർഷം 95 മുതൽ 99-2000 വരെ പ്രവർത്തിച്ചു. അപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ച അടിസ്ഥാനത്തിൽ ജില്ലാ പ്രമുഖ്, അന്ന് ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രമുഖ് എന്നുള്ള പേരായിരുന്നു. ABVP തിരുവനന്തപുരം ജില്ലാ പ്രമുഖായിരുന്നു. ഏറ്റവും കൂടുതൽ സംഘർഷമൊക്കെ നടന്ന SFI ABVP സംഘർഷം നടന്ന കാലഘട്ടമായിരുന്നു. ഞങ്ങളുടെ +2 സമരം, PJ ജോസഫിൻ്റെ +2 അഴിമതിക്കെതിരെ നടന്ന സമരം ആ സമയത്തായിരുന്നു. അതിനുശേഷം ABVPയുടെ വിവിധ ചുമതല, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി,
അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും കുറേ പേർ ABVP-യിൽ നിന്ന് യുവമോർച്ചയിൽ ചെല്ലണമെന്നുള്ള സംഘടനാ തലത്തിലുള്ള ചർച്ചയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ച ജോയിൻ ചെയ്യാൻ പറയുകയായിരുന്നു. അങ്ങനെയാണ്. അങ്ങനെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി. അടുത്ത 3 വർഷം ദേശീയ നിർവാഹക സമിതി അംഗമായി യുവമോർച്ചയുടെ. 2010 വി മുരളീധരൻ സംസ്ഥാന BJP പ്രസിഡന്റ് ആയപ്പോഴേക്കും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായി. പിന്നീട് അങ്ങോട്ട് BJP-യിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക. BJP-യുടെ സംസ്ഥാന വക്താവായി, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റിന്റെ പാർട്ടിയുടെ വക്താവായി, പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി. അതിനുശേഷം ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോഴേക്കും ജില്ലാ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ 5 വർഷം 3 തെരഞ്ഞെടുപ്പുകൾ. ഒരു 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, 21 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പിലും ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇപ്പോഴാണോ മാറിയത്? രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴാണോ മാറുന്നത്? വരുന്നതിന് 1 മാസം മുമ്പ് എല്ലാവരും മാറ്റിയ സമയത്ത് 5 വർഷം ഉണ്ടായിരുന്ന എല്ലാവരും മാറ്റി. ആ സമയത്ത് എന്തിനാണ് ഈ BJP ഈ 14 എന്നുള്ളത് 30 ഇപ്പോൾ 30? അതെന്താ അങ്ങനെ അടിത്തറ? അതായത് ഞങ്ങളുടെ കോൺസെപ്റ്റിൽ ദേശീയ തലത്തിൽ നിരവധി വർഷം തുടർച്ചയായി സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഒരു 800 ബൂത്താണ് ഒരു ജില്ലാ ടീമിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ. അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത സ്ഥലങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് പുറത്തും അങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്ര, ഗുജറാത്തൊക്കെ തന്നെ, തമിഴ്നാട് ഉൾപ്പെടെ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിനെ 2-3 ഡിസ്ട്രിക്റ്റുകൾ ആക്കിയിട്ടുണ്ട്, വലിയ ജില്ലകളെയൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 800 ബൂത്ത് വരുന്ന പ്രദേശത്തെ ഒരു ജില്ലയായിട്ട് കണക്കാക്കണമെന്നുള്ളൊരു കാഴ്ച അത് വളരെ നേരത്തെ ഉണ്ടായിരുന്നു. അത് നമ്മൾ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ അത് ചെയ്താണ് തിരുവനന്തപുരം 3 ജില്ലയാക്കി. തിരുവനന്തപുരം 3 വലിയ ജില്ലയായിരുന്നു. ഈ ഞാൻ ചോദിക്കുന്നത് ഈ RSS-ഉമായിട്ട് അങ്ങനെ ഒരു വലിയ സജീവ പ്രവർത്തനം ഇല്ലായിരുന്നു ആദ്യത്തെ. അല്ല, സംഘത്തിന്റെ ശാഖയിൽ പോയി തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ സംഘം ഓരോ മേഖലയിലും പ്രവർത്തിക്കാൻ വേണ്ടി ഓരോരുത്തരെയും ടാലന്റ് കണ്ടെത്തിയിട്ട് അത് ആ സ്ഥലത്തുള്ള അങ്ങനെ നിർദ്ദേശം തരാറുണ്ട്. അപ്പോൾ ഞങ്ങളന്ന് പഠിക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ടീം ABVP-യുടെ നെടുമങ്ങാട് താലൂക്ക് ടീം ശക്തമാക്കുക എന്നൊരു നിർദ്ദേശം ഒന്ന് തന്നു. സ്വാഭാവികമായിട്ട് ABVP നേതൃത്വമായിട്ട് കണക്ട് ചെയ്തിരുന്നു. പിന്നീട് സജീവമായിട്ട് ABVP ആശയം പല മേഖലകളിലും പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി ചിലർ ABVP-യിൽ പോകാറുണ്ട്, ചിലർ ബാലപുരത്ത് പോകാറുണ്ട്, ചിലർ BMS-ൽ പോകാറുണ്ട്, തൊഴിലാളി മേഖലയിൽ. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയത് ABVP-യിലാണ്. BJP-യിലേക്ക് അങ്ങനെ വിടാറില്ല? ഉണ്ട്, BJP-യിലേക്കും അയക്കാറുണ്ട്. സംഘത്തിന്റെ ഒരു മേൽനോട്ടം BJP-യുടെ കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യാറുണ്ട്. ഈ സംഘപരിവാർ എന്ന സംവിധാനത്തിന്റെ ഒഫീഷ്യൽ ഭാഗം തന്നെയല്ലേ ABVP? ആണ്. അല്ല, BJPക്ക് നിയന്ത്രണമില്ല. ഇല്ല. BJPക്ക് BMS-ന്റെ മേലിൽ നിയന്ത്രണം, അല്ല സ്വതന്ത്ര സംഘടനകളാണ്. ആശയപരമായ യോജിപ്പിലപ്പുറം സംഘടനാപരമായ നിയന്ത്രണങ്ങളില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം CPM-ന് നിയന്ത്രണമില്ല എന്ന് പറയുമ്പോഴും CPM-ന്റെ ഒരു തൊഴിലാളി പാർട്ടിയാണ് CITU, അല്ലെങ്കിൽ വിദ്യാർത്ഥി പാർട്ടി NSM, അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇതെല്ലാം സ്വതന്ത്ര സംഘടനകളാണ്. ABVP-യുടേതായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ABVP തന്നെയാണ്. BMS-ൻ്റെതായ തീരുമാനങ്ങൾ BMS തന്നെയാണ്. ആശയപരമായ RSS എല്ലാ കാര്യങ്ങളിലും ഇടപെടാറില്ല. ആശയപരമായ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാറുള്ളൂ. സംഘടനാപരമായിട്ട് അതാത് സംഘടനകൾക്ക് തന്നെയാണ് ആ സംഘടനകൾ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ RSS-ന്റെ റോൾ എന്താണ്? ഈ ABVP-യിലും BJP-യിലും യുവമോർച്ചയിലൊക്കെയുള്ള RSS-ന്റെ റോൾ? RSS അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറില്ല. ആശയപരമായിട്ടുള്ള ചില കൂട്ടിച്ചേർക്കലുകൾ, ആശയപരമായിട്ടുള്ള വ്യക്തത നൽകൽ, അങ്ങനെയുള്ള ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളതൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഓരോ സംഘടനയുടെയും നിയന്ത്രണം അതാത് സംഘടനകൾക്ക് തന്നെയാണ്. ഇപ്പോൾ ABVP-യിൽ ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ABVP തന്നെയാണ് ABVP-യുടെ തീരുമാനം കൊണ്ടുവരുന്നത്. അല്ലാതെ RSS തീരുമാനം ഇല്ല. RSS തീരുമാനങ്ങൾ ഇടപെടാറില്ല. പിന്നെ ഈ പാർലമെന്റ് സംവിധാനം, അതായത് ആദ്യമായി മത്സരിക്കുന്നത് കോളേജിൽ സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ABVP-യിലായിരുന്നപ്പോഴേക്കും ലോ അക്കാഡമിയിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ലോ അക്കാഡമിയിൽ സംഘടനാപരമായിട്ട് ദുർബലമായിരുന്നു. കുറച്ച് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് അസംബ്ലിയിൽ 2000 അതിനു മുമ്പ് വിദ്യാഭ്യാസം എങ്ങനെയാണ്? വിദ്യാഭ്യാസം മാർവാനിസ് പ്രീ ഡിഗ്രി മാർവാനിസിൽ ഡിഗ്രി ബോട്ടണി. വീട്ടിലൊരു കാർഷിക കുടുംബമായിരുന്നു. മാത്രമല്ല അഗ്രികൾച്ചർ അതൊരു ബിസിനസ്സായിട്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചറിയാം. അച്ഛൻ്റെ ഒരു പാഷനായിരുന്നു. സർക്കാർ ജോലി ഉള്ളപ്പോൾ തന്നെ അച്ഛൻ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. റിട്ടയർ ആകുമ്പോൾ ഗ്രാമസേവനായിട്ടാണ് VO ആയിട്ടാണ് കയറിയത്. അമ്മ ബാങ്കിൽ കയറി റിട്ടയർ ആകുമ്പോൾ മാനേജറായിരുന്നു. കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. അപ്പോൾ അച്ഛൻ്റെ കുടുംബം കാർഷിക കുടുംബമാണ്. അവർ കുടുംബമായിട്ട് പരമായിട്ട് തന്നെ
അതൊരു ബിസിനസ്സായിരുന്നു അഗ്രികൾച്ചറിൻ്റെ. അപ്പോൾ ആ ഒരു അഗ്രികൾച്ചർ റബ്ബർ നഴ്സറി അങ്ങനെയൊക്കെ വലിയ റബ്ബർ നഴ്സറി. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗാർഡൻ ബിസിനസ് അതിലൊന്നും ഞങ്ങളായിരുന്നു. മായ, ചേച്ചിയുടെ പേരായിരുന്നു മായ നഴ്സറി. അന്വേഷിച്ചാൽ അറിയാം. അവിടെ അത്തരമൊരു പശ്ചാത്തലത്തിൽ വലിയൊരു ചെറിയ പശ്ചാത്തലമല്ല, ഒരു 30-40 വർഷം പാരമ്പര്യമുള്ള പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും നല്ല നിലയിലാണ് ആ സമയം മുതലേ ഉള്ള കുഴപ്പമില്ലാത്ത ഞങ്ങൾ അത് ചെയ്ത് നല്ല നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഉണ്ട്. ഞാനും ചെറിയ പ്രായത്തിലേ ഇതുമായിട്ട് ഇൻവോൾവ് ചെയ്താണ്. അങ്ങനെയാണ് ബോട്ടണി വരാൻ കാര്യം. ഇത് കൂടുതൽ നന്നായി ചെയ്യാൻ ടിഷ്യൂ കൾച്ചർ ലാബൊക്കെ തുടങ്ങിയതാണ്. ലാബ് നെടുമങ്ങാട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ്, ടിഷ്യൂ കൾച്ചറിൻ്റെ ട്രെയിനിങ്ങിന് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയ ശേഷം ലാബ് തുടങ്ങി 2 വർഷം നന്നായിട്ട് പരിപാലിച്ചു പോയതാണ്. അപ്പോഴാണ് ABVP സജീവമായിട്ട് അതൊക്കെ ഡിസോർഡർ ആയത്. അത് വേറെ ആരും ഏൽപ്പിച്ചില്ല. ഇല്ല, പിന്നെ ഇത് മനസ്സമയം കൊടുക്കാൻ പറ്റാത്ത വലിയൊരു ബിസിനസ്സുകാരായി മാറിയാനേ ആ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നതാണ്. പിന്നെ ABVP സജീവമായിട്ട് പോയി. അല്ല, പിന്നെ ബോട്ടണി പഠിക്കാൻ എളുപ്പമായിരുന്നോ? ബോട്ടണി പഠിക്കാനായിട്ട് കുഴപ്പമില്ല, മറ്റുള്ള സബ്ജക്റ്റുകൾ പോലെ തന്നെയായിരുന്നു. പക്ഷേ എനിക്കന്നും വ്യക്തിപരമായിട്ട് താല്പര്യം ലോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ലോയ്ക്ക് പോയോ? അത് കഴിഞ്ഞാൽ LBക്ക് പോയി. അക്കാദമി ചെയ്തു. പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് പോയി. ആദ്യം 2 വർഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ABVP സജീവ ചുമതലയായിരുന്നു. നിരന്തരം സംഘർഷം നിൽക്കുക. രാവിലെ കോട്ടൂട്ട് കോടതി കയറുമ്പോൾ തന്നെ ഏതെങ്കിലും കോളേജിൽ അടി നടക്കും. കോട്ടൂർ വെച്ചിട്ട് അത് പരിഹരിക്കാൻ പോകും. 1 വർഷം 1.5 വർഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം 10 വർഷം സജീവമായിട്ട് രാവിലെ ഒരു 7-8 മണി മുതൽ രാത്രി 9-10 മണി വരെ ഓഫീസിൽ 10 വർഷം ചെയ്തു. 2010 വരെ ചെയ്തു. 2010 യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് ലൈവ് പ്രാക്ടീസിൽ നിന്ന് കുറച്ച് വിഡ്രാകേണ്ടി വന്നത്. നല്ല കേസും ക്ലൈൻറ്റും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും. ധാരാളം ഉണ്ടായിരുന്നു. 2-3 വർഷം പബ്ലിക് പ്രോസിക്യൂട്ടർ ജൂനിയർ ആയിരുന്നു. ഒരുപാട് സെഷൻ ഇവിടുത്തെ SR ജയകുമാർ സാറ്, മണ്ണന്തല രാമചന്ദ്ര സാർ, അങ്ങനെ പ്രഗത്ഭരായ അഭിഭാഷകരുടെ ജൂനിയർ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് കേസുകൾ, സെഷൻസ് കേസൊക്കെ ഒരുപാട് അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ക്രിമിനൽ കേസ് ഏറെക്കുറെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ പൂർണ്ണ സജീവ രാഷ്ട്രീയത്തിലേക്ക് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ നമുക്ക് കേസ് നമ്മൾ ഫീസ് വാങ്ങുന്നവരോട് നീതി പുലർത്താൻ പറ്റാതെ വരും. കാരണം നമുക്ക് തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ അവരുടെ കോൺഫിഡൻസ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ പല ഏൽപ്പിച്ച് ഈ കൂടത്തിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയത്, സഹോദരങ്ങളെ ഒരു ചേച്ചിയാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്, മുളവന. ഒരു ചേച്ചി, ഒറ്റ മകനാണ്. ഇനി നമുക്ക് മത്സരം, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരം എവിടെയാണ്? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരം വട്ടിയൂർക്കാവിൽ 2011 നിയമസഭ. അല്ല, അതിന് മുമ്പ് നഗരസഭയിൽ ഇല്ല. ആദ്യം മത്സരിക്കുന്നത് 2011 വട്ടിയൂർക്കാവിൽ നിയമസഭ. അത് വളരെ അന്ന് K. മുരളീധരൻ, ചെറിയാൻ ഫിലിപ്പ് ഒക്കെ മത്സരിച്ച സമയത്ത് അത് വളരെ രസകരമായൊരു സംഭവമാണ്. ആദ്യമായിട്ട് മത്സരിക്കുന്നത് നിയമസഭയിൽ അന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അത് കൊള്ളാം. അതിന്റെ അനുഭവം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നൊരു 5000 വോട്ടിനകത്ത് ആണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ 5000 താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അല്ല, എനിക്ക് ശേഷം ഞാൻ മത്സരിച്ച 2011, കുമ്മൻ രാജയുടെ മത്സരം 2016. അപ്പോഴാണ് 43,000 വോട്ട് ലഭിച്ചത്. അപ്പോൾ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ചില പോക്കറ്റുകളിൽ മാത്രമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്നു. ഇപ്പോൾ K. മുരളീധരൻ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് വീണ്ടും വന്ന് പിന്നെ ചെറിയാൻ ഫിലിപ്പ് സ്വതന്ത്രനായിട്ടൊക്കെ മത്സരിച്ച സമയമായിരുന്നു. പക്ഷേ എനിക്കത് 13,494 വോട്ട് 2011 ലഭിച്ചു. അതിനുശേഷം 5 വർഷവും ആ മണ്ഡലത്തിൽ പരമാവധി സമയം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് 2014 സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള കുമ്മൻ രാജേട്ടൻ അവിടെ പോയത്. അപ്പോൾ ഞാൻ നെടുമങ്ങാട്ടോട് മാറി. നെടുമങ്ങാട് 2016 നെടുമങ്ങാട് മത്സരിച്ചു. നെടുമങ്ങാട് 5,700 വോട്ടായിരുന്നു അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു. 2011 പക്ഷേ എനിക്ക് 35,500. അത് 30,000 വോട്ട് കൂടുതൽ ലഭിച്ചു. അങ്ങനെയാണ് പാവം പാലോട് രവി തോറ്റു. അയാളുടെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ 30,000 വോട്ട് വലിയ മുന്നേറ്റം. പിന്നെയോ 2021 ആയപ്പോഴേക്കും വീണ്ടും വട്ടിയൂർക്കാവിൽ വന്നു. ജയിച്ചു പോയത് വീണ്ടും നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. കുമ്മനം രാജേട്ടൻ നിയമത്ത് പോയപ്പോഴേക്കും ഞാൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് തെരഞ്ഞെടുപ്പ്. കോർപ്പറേഷൻ ആദ്യം മത്സരിക്കുന്നത്. കോർപ്പറേഷനിൽ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ സമയത്ത് 2020 കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് ലഭിക്കാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പോൾ മേയർ വനിതാ സംവരണമായിരുന്നു. പക്ഷേ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി പറഞ്ഞു, ഭരണം ലഭിച്ചാൽ നമ്മുടെ സീനിയർ പ്രവർത്തകർ ഭരണത്തെ നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നതാണ്, സീനിയർ ആൾക്കാർ അതിനുള്ളിൽ വേണം, അതുകൊണ്ട് മത്സരിക്കും. അപ്രതീക്ഷിതമായിരുന്നു. ഒരു ദിവസം രാത്രി സംഘടനാ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ വിളിച്ചിരുത്തി പറയുകയായിരുന്നു. 2020 അപ്പം അവർ തന്നെ ആദ്യമായിട്ടാണ് കഴിഞ്ഞത്. ഇല്ല, 15 മത്സരിക്കാൻ പറഞ്ഞിരുന്നു. അന്ന് പ്രത്യേക സാഹചര്യങ്ങൾ വെച്ചാൽ മത്സരിച്ചില്ല. അന്ന് മത്സരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 2020 അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വാർഡ് വരെ പൂജപ്പരാൻ തീരുമാനിച്ച് വെച്ചിട്ടാണ്. പിന്നെ ഒറ്റ ദിവസം ജാമ്യം എടുക്കാനുള്ള ഒരു ദിവസം മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ. കേസുകളുടെ ജാമ്യം എടുക്കാനുള്ള ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ്
മൂന്നാമത്തെ ദിവസം നോമിനേഷൻ കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ പാർട്ടിയല്ലേ, പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജില്ലാ പ്രസിഡന്റ് ചാർജ് വേറെ ചില ആൾക്കാരെ ഏൽപ്പിച്ച് നേരെ പൂജപ്പുര മത്സരിക്കാൻ പോയിരുന്നു. അപ്പോൾ 500 വോട്ടായിരുന്നു അതിന് മുമ്പ് ഭൂരിപക്ഷം, 1000 വോട്ടിൻ്റെ 1080 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചു. പൂജപ്പുര നമ്മുടെ തന്നെയായിരുന്നു, സിറ്റിംഗ് വാർഡായിരുന്നു. നെടുമങ്ങാട് അങ്ങോട്ട് പറയുന്ന പ്രശ്നമൊന്നും ചില വാർത്തകളൊക്കെ രാഷ്ട്രീയ മറ്റുള്ള പാർട്ടികൾ കൊടുക്കും, ഇവിടെയുള്ള ആളല്ലെന്ന്, അതൊക്കെ 1-2 ദിവസത്തെ വാർത്തകളല്ല. ഈ കോർപ്പറേഷൻ മത്സരിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം കയറാൻ പറ്റില്ല, എല്ലാം പോകണമല്ലോ. നമ്മൾ അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല, കോർപ്പറേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മത്സരിക്കുമ്പോൾ എല്ലാ വീട്ടിലും ഒന്നോ അതിൽ കൂടുതലോ പ്രാവശ്യം പോയിരിക്കണം. 3500-4000 വീടുണ്ടാവും. അത് ഏത് സ്ഥാനാർത്ഥിയായാലും പക്ഷെ നല്ലൊരു അനുഭവമായിരിക്കും, വളരെ വലിയൊരു അനുഭവമായിരിക്കും. വളരെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ നമുക്ക് അതുണ്ടാക്കുന്ന നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അത് തരുന്ന ഊർജ്ജം ചെറുതല്ല. ഓരോ വീട്ടിലും ചെല്ലുമ്പോഴേക്കും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ സാധ്യതകൾ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ തന്നെ ചിലപ്പോൾ 2-3 മിനിറ്റ് വീട്ടിൽ നിൽക്കുകയുള്ളൂ. പക്ഷേ നമുക്കൊരു 3000-4000 വീട് കയറിയിട്ട് വരുമ്പോഴേക്കും പൊതുപ്രവർത്തനത്തിന് ഭയങ്കര മുതൽക്കൂട്ടായിരിക്കും. ഈ അവിടെ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ അതായത് ആളുകളോട് സംസാരിക്കുന്നു, എതിരാളികളുടെ അടുത്ത് പോകും, എതിരാളികളുണ്ടല്ലോ നമ്മളെ ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ള ആളുകളുണ്ട്, തീർച്ചയായും അവിടെയും പോകും. തീർച്ചയായും വോട്ട് കിട്ടില്ലായിരിക്കാം, വോട്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, അവർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ഒരു എന്നോട് വന്നിട്ട് ഒരു CPM പ്രവർത്തകൻ എത്ര ചോദിച്ചാലും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, വോട്ട് കിട്ടില്ലായിരിക്കും. പക്ഷേ ആ വോട്ട് കിട്ടില്ല എന്നുള്ള ഒരു വിയോജിപ്പ് ഒഴിച്ച് ബാക്കി യോജിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ കാണും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവർ സമ്മതിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. നോ എല്ലായിടത്തും വോട്ട് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പോകാൻ പറ്റും. എല്ലായിടത്തും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ലാഭം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പൊതുപ്രവർത്തനം നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുക, കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും, കുറേ കാര്യങ്ങളിലല്ല നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ. ഈ BJP സ്ഥാനാർത്ഥി എന്ന വീടുകളിൽ ചെല്ലുമ്പോൾ CPM-കാരെന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മോശം അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല. എനിക്ക് ഒരിടത്തുനിന്നും ഒരു രാഷ്ട്രീയ വിയോജിപ്പുള്ള ഒരു ആളിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെയും വീടുകളിൽ ചെല്ലുമ്പോഴത് മോശം അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഭീകരമായ തെറിവിളികളാണ്, അത് പക്ഷേ പ്രായോഗികമായിട്ടില്ലെന്നാണോ? ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കേൾക്കാറുണ്ട്, കമ്പാരിറ്റീവ് ഇപ്പോൾ കുറവാണ്, പല സാഹചര്യത്തിലും കേൾക്കാറുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ പ്ലാൻ ചെയ്ത് നമ്മുടെ മുറയിൽ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ വീടുകളിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതെനിക്ക് തോന്നുന്നത് ഒരു കേഡർ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആശയപരമായ ഭിന്നതയുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തന ശൈലിയിൽ ശരിയുണ്ടെങ്കിൽ അവരുള്ളിൻ്റെ ഉള്ളിൽ തന്നെ അംഗീകരിക്കുന്ന ഒരു നിലപാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ആ ശരികളിലൂടെ കടന്നു പോകും. അല്ല, ഞാൻ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ നിറച്ച്, രാജേഷിൻ്റെ കാര്യം എന്നല്ല, സോഷ്യൽ മീഡിയ നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘി വിളി, കമ്മി വിളി, അങ്ങനെ ഈ ഭീകരത യഥാർത്ഥത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് എൻ്റെ അനുഭവം. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അതിന് വലിയ വില കൊടുക്കാത്തതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ അനാവശ്യ പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നോക്കാൻ വേണ്ടി കൂടുതൽ സമയം കൊടുക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ പ്രവർത്തനങ്ങളെ ഇന്നുവരെ അത് ബാധിച്ചിട്ടില്ല. പിന്നീട് BJP പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം പുതിയ എന്തെങ്കിലും ജില്ലാ പ്രസിഡന്റ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി. അതിനിടയിലാണ് വീണ്ടും മത്സരിക്കാൻ. അതിനിടയിലാണ് സംസ്ഥാന നേതൃത്വം, ഞാൻ ഈ കൊല്ലം ജില്ലയുടെ ചാർജാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ പോയിട്ട് അവിടുത്തെ കോർപ്പറേഷനൊക്കെ ഒന്ന് റെഡിയാക്കി അവിടുത്തെ സമരങ്ങളൊക്കെ ചെയ്ത്, തിരുവനന്തപുരത്ത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ചെയ്ത സമരങ്ങൾ പോലെ തന്നെ അവിടുത്തെ ഇഷ്യൂസ്. പ്രതിപക്ഷ നേതാവായിരുന്നു? അല്ല, പ്രതിപക്ഷത്തിൽ ഞാനൊന്ന് ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ മുൻകൈ എടുത്ത് തന്നെയാണ് വേറൊരാൾ. കാരണം എല്ലാം കൂടെ ഒരാൾ ചെയ്യുന്നത് ശരിയല്ല, ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രമല്ല പുതിയ ആൾക്കാർ വരണമല്ലോ. അങ്ങനെ MR ഗോവൻ ഞങ്ങൾ എന്നെക്കാൾ വളരെ സീനിയറാണ്, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി. ഇത് വളരെ ശക്തമായ പ്രതിപക്ഷമായിരുന്നു. ഇപ്പം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ മേയറാകാനുള്ള സാധ്യത അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, ആ ചർച്ച നടന്നിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സീനിയർ ആൾക്കാരൊക്കെ മത്സരിക്കണം. രാജേഷ് തിരുവനന്തപുരത്ത് ഏതെങ്കിലും വാർഡിൽ വീണ്ടും മത്സരിക്കണം. അസംബ്ലിയിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും കോർപ്പറേഷൻ മത്സരിക്കണം എന്നുള്ള ഒരു ചർച്ച നടന്നു. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഈ പൂജപ്പുര മാറാൻ കൊടുങ്ങാനൂർ, അതായത് നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിന്റെ ബോർഡർ, വട്ടിയൂർക്കാവ് കഴിഞ്ഞടുത്ത് ഒരു ഗ്രാമീണ വാർഡാണ്. അവിടുത്തെ അനുഭവം എങ്ങനെയായിരുന്നു? വളരെ നല്ല അനുഭവം. എനിക്ക് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവിൽ 2011 മത്സരിച്ച സമയത്തിന് ഏറ്റവും ബന്ധമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കൊടുങ്ങാനൂർ. ഇപ്പോൾ സിറ്റിംഗ് സീറ്റായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ പല വീടുകളിലും വോട്ട് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ ചില കുട്ടികൾ ട്രോഫി എടുത്ത് തന്നെ കാണിച്ചു, ചെറിയ ഷീൽഡൊക്കെ. 2010 അവർക്ക് SLCക്കൊക്കെ മാർക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ അന്ന് കൊണ്ട് കൊടുത്തതാണ്. 15 കൊല്ലം മുമ്പ് കാവി പച്ച റിബണൊക്കെ കെട്ടി ഞാൻ വീട്ടിൽ, അന്ന് കുട്ടികൾ അന്ന് അവിടുത്തെ BJPയുടെ വാർഡ് കമ്മിറ്റി എന്നെ വിളിച്ചുകൊണ്ട്, ഞാൻ യുവമോർച്ച പ്രസിഡന്റ് ആയിരുന്നല്ലോ, കൊണ്ടു കൊടുത്തത് ഈ കുട്ടികൾക്ക്. അവർക്കിപ്പോൾ 10-25-28 വയസ്സായി, പലർക്കും ജോലി കിട്ടി, എല്ലാവരും വിവാഹം കഴിഞ്ഞു. അവരൊക്കെ ഇപ്പോൾ അന്ന് ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് തന്ന ട്രോഫിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു അവിടെ 2-3 വീടുകളിൽ പോയാൽ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഒരു 1000-1500 വീടുകളിൽ കൊടുങ്ങാനൂർ വാർഡിൽ പല ആവശ്യങ്ങൾക്കും 2010 മുതൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈ വോട്ട് ഭൂരിപക്ഷം കൂടി
നല്ല വ്യത്യാസം വന്നു, ഒരു 50-60 വോട്ടുകൾ. അത് കഴിഞ്ഞ് നമ്മളിനി മേയർ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ഈ മേയർ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഞാൻ താല്പര്യമില്ലാത്ത കാര്യം പറഞ്ഞു. മേയർ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. അതായത് പെട്ടെന്ന് രാജേഷ് ആയിരിക്കും എന്ന് കുറച്ച് പേര് പറയുന്നു, അതല്ല ശ്രീലേഖ ആയിരിക്കും എന്ന് പറയുന്നു, രാജേഷിന് വേണ്ടി RSS സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നു, മോദി ഇടപെട്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. എന്താണ് സംഭവിച്ചത്? അതിൽ കൗൺസിലർമാരോടും ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളോടും അഭിപ്രായം ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എനിക്കതിൽ അഭിപ്രായം പറയാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് കൂടി മുതിർന്ന ഒരു ടീമിൻ്റെ മുമ്പിലാണ് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം. ആ സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതിനപ്പുറം മറ്റുള്ള ചർച്ചകളിലൊന്നും ഞങ്ങൾ ഉൾപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് അഭിപ്രായം പറഞ്ഞു. എല്ലാവർക്കും പറയാനുള്ള ഒരു പാർട്ടിയുടെ വേദിയുണ്ട്. അതിലപ്പുറം ഞങ്ങളൊന്നും ആരെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അല്ലേ? അതോ പാർട്ടി സംസ്ഥാന അല്ല, അത് സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്കത് മാധ്യമങ്ങളുടെ പറയാൻ പരിമിതിയുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവര് ഈ ശ്രീലേഖ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നോട് വാക്ക് പറഞ്ഞിരുന്നു, എന്നിട്ട് പക്ഷെ അങ്ങനെ പറഞ്ഞല്ലോ. അല്ല, അക്കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതിലപ്പുറം എനിക്കറിയില്ല. എന്നോട് സംസ്ഥാന അധ്യക്ഷനാണ്, സംസ്ഥാന പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, പാർട്ടിയുടെ തീരുമാനമുണ്ട്, ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാണും, കൂടുതൽ കാര്യങ്ങൾ അവർ പറയും എന്ന് പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ് എന്നോട്. അത് മാത്രമേ ഈ ഞാൻ അഭിപ്രായം പറഞ്ഞതിൽ അപ്പുറം ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് മറ്റുള്ള ചർച്ചകളെക്കുറിച്ചൊന്നും അറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് അക്കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ വാർത്തകളല്ലാതെ ആ ഭാഗം അക്കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, പ്രസിഡന്റിന് താല്പര്യക്കുറവുണ്ടായിരുന്നു പറയുന്നതിനകത്ത് ഒന്നുമില്ല. സംസ്ഥാന പ്രസിഡന്റല്ലേ പാർട്ടിയുടെ, ഞങ്ങളെയൊക്കെ തന്നെ ഇത്രത്തോളം മാത്രമല്ല, ഇപ്പം മേയർ ആയതിനു ശേഷവും ആകുന്നതിന് മുമ്പുമൊക്കെ സംസ്ഥാന അധ്യക്ഷൻ തരുന്ന ആത്മവിശ്വാസവും ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം എടുക്കുന്ന മുൻകൈയും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധങ്ങൾ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഓരോ നിമിഷവും എത്രത്തോളം തിരുവനന്തപുരത്ത് പ്രയോജനപ്പെടുത്തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കയ്യും മെയ്യും പറഞ്ഞ് ഞങ്ങളെ കൂടെ നിൽക്കുകയാണ്. മാത്രമല്ല എന്നോട് മത്സരിക്കാൻ പറയുന്നതിന് അദ്ദേഹം ഉൾപ്പെടുന്ന നേതൃത്വമാണല്ലോ. ഈ ശ്രീലേഖയുടെ അതൃപ്തി തോന്നിയിട്ടുണ്ടോ? അല്ല, ഞങ്ങളെല്ലാ ദിവസവും ഏതൊക്കെ 2-3 ദിവസത്തിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഒരു ടീം ചർച്ച ചെയ്ത് ശ്രീലേഖ ചേച്ചി ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു ടീം ചർച്ച ചെയ്താണ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഈ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം തീരെ ഇല്ല എന്നായിരുന്നു അദ്ദേഹം ഇവിടെ പ്രസിഡന്റ് ആകുന്ന നേരത്ത് പറഞ്ഞിരുന്ന ഒരു ആരോപണം. BJP-ക്കാർ പോലും പലരും സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരളത്തിന് ഒരു മുതൽക്കൂട്ട് ആവാൻ തക്ക കരുത്തുള്ള പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്ലാനിങ് ആണല്ലോ ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ ലഭിക്കാൻ. CPM എന്തെല്ലാം ചെയ്തു? ഡീലിമിറ്റേഷൻ നടത്തി, CPM കള്ളവോട്ട് ചേർത്തു, ഇപ്പോൾ മുട്ടട UDF സ്ഥാനത്തിന് വോട്ട് വെട്ടുമാറ്റി കഴിഞ്ഞു. ഇങ്ങനെയുള്ള എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ്റെ ഭരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടാണ് LDF-ൻ്റെ പല പ്രവർത്തനങ്ങൾ നടന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ്റെ ഭരണം ലഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ആ ടീമിൻ്റെ നേതൃത്വം തന്നെയാണ്. 45 ദിവസത്തെ കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെറിയ വ്യത്യാസത്തിൽ എത്തുന്ന ഒരവസ്ഥ വന്നില്ലേ പാർലമെൻറ്റിൽ. അപ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ഗോവിന്ദ മാഷ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമല്ല. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിലുള്ളതാണ്. ആ അവസ്ഥയിലേക്ക് മാധ്യമങ്ങളൊക്കെ എത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവസാനിക്കും. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം എങ്ങനെയാണ് കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്തത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രത്യേകം? എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പരിമിതിയുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ആവശ്യ സമയം ഇരുന്നിരുന്നു. നിശ്ചിത ഇടവേള കഴിയുമ്പോൾ അത് മോണിറ്റർ ചെയ്യാനും അതിനെ വിലയിരുത്താനും ഒക്കെ തന്നെ. അതിൽ രാത്രിയൊക്കെ 12 മണി 1 മണി ആയാലും അദ്ദേഹം സമയം കണ്ടെത്തിയത്. ചില ദിവസങ്ങൾ ഓൺലൈൻ മീറ്റിങ്ങുകളായിരുന്നു. അങ്ങനെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, ചില ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങൾ കാണാത്ത ആംഗിളുകൾ കാണുമായിരുന്നു. വാർഡ് ലെവലിൽ യാത്ര ചെയ്തു. എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർഡ് ലെവലിൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് വിജയസാധ്യത കുറഞ്ഞു എന്ന് തോന്നിയ സ്ഥാനാർത്ഥികൾക്കൊക്കെ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ജില്ലാ പ്രസിഡന്റും അദ്ദേഹവും കൂടി വാർഡ് ലെവലിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുകയും വേണ്ട കാര്യങ്ങൾ സഹായിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തപ്പോഴേക്കും അങ്ങനെയാണ് ഞങ്ങൾ പല ദുർബലമായി തോറ്റുപോകുമെന്നൊക്കെ പലരും പറഞ്ഞിരുന്ന വാർഡുകളൊക്കെ ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ കഴക്കൂട്ടം ഭാഗത്തൊക്കെ ഞങ്ങൾ 10-14 സീറ്റ് ജയിച്ചില്ലേ. സംസ്ഥാനത്ത് 46 സീറ്റാണ് ഉദ്ദേശിച്ചത്. സംസ്ഥാന അധ്യക്ഷനോടൊപ്പം മുൻ അധ്യക്ഷന്മാർ ഇപ്പോൾ വി മുരളീധരൻജി കഴക്കൂട്ടത്ത് വളരെ നന്നായിട്ട് അധ്വാനിച്ചു. PK കൃഷ്ണദാസ്ജി എൻ്റെ വാർഡിൽ ഉൾപ്പെടെ വന്നിട്ട് വാർഡുണ്ട്. കാട്ടാക്കടയിലൊക്കെ ബോർഡിൽ അദ്ദേഹം വന്നിരുന്നു. കുമ്മനം രാജേന്ദ്രൻ എങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി വന്നു. K സുരേന്ദ്രൻജി തിരുമല തൃക്കണ്ണാപുരം ഭാഗത്ത്, തിരുമലയൊക്കെ ഞങ്ങൾ വിജയിച്ചു. തിരുമല ഞങ്ങൾ തോൽക്കൊന്നില്ല അവർ പറഞ്ഞിരുന്നത്. ആ ഭാഗത്തൊക്കെ K സുരേന്ദ്രൻജിയുടെ ഇടപെടൽ. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജി ഏറെക്കുറെ മുഴുവൻ സമയവും
അത്യാവശ്യം മറ്റു ജില്ലകളിൽ പോയതിനു ശേഷമുള്ള മുഴുവൻ സമയവും മറ്റുള്ള സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ അവർക്ക് നിശ്ചയ സ്ഥലങ്ങളിൽ വന്ന് ഒരു കൂട്ടായ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങൾ കരമന ചെയ്യുന്നു, ഞങ്ങൾ പല ഇപ്പം അത് ഇത് ഓവർ ഉറക്കമില്ലായ്മയും 3-4 മാസത്തെ കഠിനാധ്വാനം വന്നപ്പോഴുണ്ടായ ചെറിയ 1-2 ദിവസം കൊണ്ട് റിക്കവർ ചെയ്തു. ഞങ്ങൾ പ്രധാനപ്പെട്ടവരൊക്കെ തന്നെ മത്സരിക്കാൻ പോയപ്പോഴേക്കും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 2-3 പേരായിരുന്നു കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അവരൊക്കെ തന്നെ വളരെ കഠിനാധ്വാനം, ഒരു തപസ് പോലെ അധ്വാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണം കിട്ടിയത്. മേയർ എന്ന നിലയിൽ ഇത്രയും കാലത്തെ പ്രവർത്തനം എന്ത് ഫീൽ ചെയ്യുന്നു? അനന്തമായ സാധ്യതകൾ. സത്യത്തിൽ ഞങ്ങൾ പുറത്ത് പറഞ്ഞതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും ഉള്ള സാധ്യതകൾ തിരുവനന്തപുരത്തിനുണ്ട്. കോർപ്പറേഷൻ അത് മുഴുവൻ ചെയ്യാൻ സാധിക്കും. ഉദ്യോഗസ്ഥരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് 101 കൗൺസിലർമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ വലിയൊരു പരിശ്രമം നടത്തിയാൽ, വലിയൊരു കഠിനാധ്വാനം നമ്മൾ നടത്തിയാൽ, ഒരു സംശയവും വേണ്ട, ഇന്ത്യയിൽ നല്ല ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സിറ്റി ആവാൻ വേണ്ടി ട്രിവാൻഡ്രത്തിന് സാധിക്കും. അത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ കോർപ്പറേഷൻ അത്രത്തോളം അസറ്റ് ഉണ്ട്. CPM സഹകരിക്കുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരിക്കുമെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് വളരെ വളരെ സീനിയർ ലീഡേഴ്സാണ്, CPMൻ്റെ വളരെ സീനിയർ ലീഡേഴ്സാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ തക്ക തരത്തിലുള്ള പാരമ്പര്യമുള്ള മുൻ മേയർ ഉൾപ്പെടെ മുൻ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ വിജയിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആശയപരമായി വിയോജിപ്പുള്ള മേഖലയിൽ അവർ പ്രകടിപ്പിക്കണമല്ലോ, പ്രതിപക്ഷം എന്നുള്ളതായിരിക്കും. പക്ഷേ അവരുടെ വാർഡുകളിലുൾപ്പെടെ, അവർ താമസിക്കുന്ന സിറ്റിയിലുൾപ്പെടെ പുരോഗമനപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ വാർഡുകളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യാം, ആ വാർഡുകളിലെ തെരുവ് നായ്ക്കളെ നമ്മൾ നിയന്ത്രിക്കാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സഹകരണം ലഭിക്കുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മേജർ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് വന്ന് ഇത്രയും കാലം കൊണ്ട് അടിയന്തരമായി പരിഹരിക്കാൻ പുതിയ പ്രശ്നങ്ങളൊന്നും അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വേസ്റ്റ് മാനേജ്മെൻറ്റ്, തെരുവ് നായ ശല്യം, ഇത് രണ്ടും നമ്മൾ പരിഹരിക്കുവാനുള്ള തുടക്കം കുറിച്ചാൽ തന്നെ ജനങ്ങൾ വളരെ തൃപ്തികരമാവും. എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ? വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ ഇപ്പോൾ വിളപ്പിൽശാലത്തെ സമയം പോലെയല്ല. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമൊക്കെ നമ്മൾ പലയിടത്തും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ വന്നൊരു ചർച്ച, ഈ കിച്ചൺ ബിൻ പോലുള്ള കാര്യങ്ങൾ വീടുകളിൽ കൊടുത്താൽ എല്ലാവരും അത് പെർഫെക്റ്റായിട്ട് നോക്കാറില്ല. എല്ലാവർക്കും സാധിക്കില്ല. രാവിലെ 4 മണിക്ക് ജോലിക്ക് പോകുന്നവർക്കൊന്നും സാധിക്കില്ല. ചില ചർച്ചകളൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഗോവയിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ HPCL പോലുള്ള കമ്പനികളുമായി ചേർന്നുകൊണ്ട്, പെട്രോളിയം കമ്പനികളൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് എത്രത്തോളം സ്ഥലം അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നിർമ്മിക്കുകയും ആ പ്ലാന്റുകളിൽ കൊണ്ടുപോയി പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, ഇപ്പം ടെക്നോളജി മാറിയതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർമാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, ആറിലേക്കഞ്ചായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഗോവ മോഡൽ നമുക്ക് പരീക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഗോവ മോഡൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡുമായിട്ട് ചേർന്നുകൊണ്ട് വലിയ ട്രക്കുകളിൽ ഈ വേസ്റ്റ് എടുത്തതിന് ശേഷം അതിനെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ സെഗ്രിഗേറ്റ് കൊടുക്കണം. നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലാന്റിൻ്റെ മാനേജ്മെൻറ്റാണ് അവർ. നമുക്ക് പണച്ചെലവില്ല. കോർപ്പറേഷന് പരമാവധി പണച്ചെലവ് കുറച്ചുകൊണ്ടോ ഒഴിവാക്കിക്കൊണ്ടോ 25-30 വർഷത്തേക്ക് കരാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇതെടുക്കും. എന്നിട്ട് അവരതിനെ ഗ്യാസാക്കി മാറ്റും. നമുക്കൊരു പൈസ കൊടുക്കും. നമുക്ക് പണച്ചെലവില്ലാതെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. കോർപ്പറേഷന് പണച്ചെലവില്ലാതെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഏതാണ് ഏറ്റവും അനുയോജ്യമായി വരുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചർച്ചകളുടെ വേസ്റ്റ് വ്യത്യസ്തമായി കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയാം, ഇൻഡോറിൽ ചെയ്യുന്നത്, ഇൻഡോറിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് 6-7 വർഷം നന്നായിട്ട് പോയി. ഇപ്പോൾ എന്തോ ഒരു ചെറിയൊരു നോട്ടപ്പശ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത്. അവിടെ നരഹരി IAS എന്ന ഒരു മുൻ ജില്ലാ കളക്ടറുണ്ട്. അദ്ദേഹം കളക്ടറായിരുന്നപ്പോഴാണ് ഇൻഡോറിൽ പക്കയായിട്ട് അവർ മാനേജ് ചെയ്തത്. അവിടെ 6 തരത്തിൽ ഒരു ട്രക്ക് വന്നു കഴിഞ്ഞാൽ അതിന് 6 ക്യാബിനുകൾ കാണും. ഈ 6 എണ്ണത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്ലാസ്റ്റിക്, അങ്ങനെ വിദേശത്തൊക്കെ അങ്ങനെ പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ്, ഫുഡ് വേസ്റ്റ്, അങ്ങനെ മാറ്റും. യെസ്. അങ്ങനെ മാറ്റും. ഇത് അവിടെ ചെല്ലുമ്പോഴേക്കും കൃത്യമായിട്ട് ട്രക്ക് കയറ്റി നിർത്തുമ്പോഴേക്കും ആ ചേമ്പറുകളിലേക്ക് ഇത് പോകും. പോയിട്ട് ഇത് 6ഉം കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ വേസ്റ്റിനെ അതിനെ ആഷാക്കിയോ അല്ലെങ്കിൽ ഗ്യാസാക്കിയോ അത് വരുന്നു. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഇതാണ് ഇൻഡോറിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഇതുപോലത്തെ തന്നെയാണ്. അതിനൊരു പ്ലാന്റ് സ്ഥാപിക്കാൻ നമുക്ക് ഇടമുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിനെക്കുറിച്ച് കൗൺസിൽ ചർച്ച ചെയ്യണം, നിയമവിദഗ്ധരുമായിട്ട് സംസാരിക്കണം, നാട്ടുകാരെ നോക്കണം, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇപ്പം ജനങ്ങൾക്ക് ഗോവ നമ്മുടെ പോലെ തന്നെയാണ്, വലിയ സംസ്ഥാനമല്ല. അവിടെ ഇപ്പം മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലമുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പൊതുസമൂഹമായിട്ട് ചർച്ച ചെയ്യണം. അത് എന്തായാലും ശരി, ഞങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ അതിന് തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ചർച്ചകൾ എന്തായാലും ആരംഭിച്ചു. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ
തെരുവുനായ കാര്യത്തിൽ ഞാൻ മറുനാടൻ മലയാളിയോട് ഒരു കാര്യം ഉറപ്പ് പറയാം. ജനുവരി 30 മുമ്പ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എന്താ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ജനുവരി 30 മുമ്പ് സ്റ്റാർട്ട് ചെയ്യും. ചർച്ചകൾ നടക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ ജനുവരി 30 സ്റ്റാർട്ട് ചെയ്യും. അതായത് ആകെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാക്ക് ഈ തെരുവുനായുടെ ശല്യം ഒഴിവാകും. തെരുവുനായുടെ ശല്യം ഒഴിവാക്കും. സുപ്രീം കോടതി വിധി പാലിച്ചുകൊണ്ട് തെരുവുനായ ഇപ്പോൾ നമുക്കൊരു 8,500 മുതൽ ഒരു 9,000 തെരുവുനായ വരെയാണ് തിരുവനന്തപുരത്ത് ഉണ്ടെന്നാണ് ഏറെക്കുറെ ഒരു കണക്കുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റെപ്പ് ആരും. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ വൈകുന്നത് പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഡിസംബർ 26 ചുമതലയേറ്റു. ജനുവരി 30 മുമ്പ് ആദ്യത്തെ സ്റ്റെപ്പ് എന്തെങ്കിലും ഒരു കാൽവെപ്പ് നടത്തി. ഇപ്പം ഞാൻ പറഞ്ഞു വന്ധീകരണം ഒരു വഴിയായിട്ട് പറയുന്നുണ്ട്. ഈ വന്ധീകരണം സംഭവിച്ചാലും നിലവിൽ ഒരുപാട് നായകളുണ്ടല്ലോ, അക്രമാസക്ത നായകളുണ്ടല്ലോ. ഇവർക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടാനിരിക്കാൻ തോന്നുന്നു. അതിനെന്ത് പരിഹാരം ഉണ്ടാക്കും? വന്ധീകരണം ഉണ്ടെന്ന് വെച്ചോളൂ. വന്ധ്യംകരണത്തിനൊരു പ്രശ്നം. തിരുവനന്തപുരത്ത് ഇന്നലെ സെക്രട്ടറി ആയിട്ട് 2 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്തത്. സെക്രട്ടറി ആയിട്ട് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ. നമുക്ക് 10-15 നായ്ക്കളെ മാത്രമാണ് തിരുവനന്തപുരത്ത് ഒരു ദിവസം വന്ധീകരിക്കാൻ സാധിക്കുന്നത്. പത്തേ പറ്റുള്ളൂ. നമ്മൾ വണ്ടിത്തടം പേട്ട ഉള്ള സെൻറ്ററിൽ 10-15 നായ്ക്കൾ, അതിലപ്പുറം സാധിക്കില്ല. ഇത് വന്ധ്യംകരിച്ചാൽ തന്നെ 6-7 ദിവസം തന്നെ കൂടിൽ അടച്ച് നോക്കണം. അതിനുശേഷമാണ് കൊണ്ട് തുറന്നു വിടുന്നത്. അപ്പോൾ 10 വെച്ചാണെങ്കിൽ 30 ദിവസം ചെയ്താൽ പോലും 300 എണ്ണമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 30 ദിവസം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു 50-100 നായ്ക്കളെ വന്ധ്യംകരിക്കുന്ന സെൻറ്റർ, നമുക്ക് ABC സെൻറ്ററുകൾ നമുക്ക് ഒരു ദിവസം 100 നായെ വന്ധ്യംകരിച്ചു വന്നിരിക്കട്ടെ, 10 ദിവസം കൊണ്ട് 1000 ആയി. ഒരു 100 വർഷമായി കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള ഡൈനാമിക് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുത്തുന്നതിലൂടെ, അതോടൊപ്പം തന്നെ ഈ വന്ധ്യംകരിച്ചതിനെ കൊണ്ടുവരാൻ ഷെൽട്ടർ വേണമല്ലോ. ആ ഷെൽട്ടർ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഷെൽട്ടർ എവിടെ പാർപ്പിക്കും, ഈ ചർച്ചകൾ നടക്കുകയാണ്. ഈ ഒരു ഓഡിറ്റിംഗ് പോലെ നടക്കുന്നുണ്ടോ കോർപ്പറേഷൻ്റെ ഇതുവരെയുള്ള? കാരണം 50 കൊല്ലം 45 കൊല്ലം അവരെ ഭരിച്ചിരുന്നത്. സ്വാഭാവികമായും ഒരു പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ കുറേ അഴിമതികളും സ്വജനപക്ഷപാതമൊക്കെ നടക്കുമല്ലോ. അപ്പം ഇതുവരെയുള്ള ഇതിനെക്കുറിച്ചൊരു ഒരു ഓഡിറ്റിംഗ് അന്വേഷണവും നടക്കുന്നു. ആ ചർച്ചകൾ അങ്ങനെ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ആവശ്യം പലയിടത്തും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒഫീഷ്യലി ആ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. അത് ആവശ്യമല്ലേ ഇവർ അങ്ങനെ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ആവശ്യം പല കാര്യം ഉയർന്നിട്ട് ചിലർക്ക് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം എവിടെ എത്തി. ഇപ്പോൾ വൈരാഗ്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ ഒരു വേട്ടക്കാരൻ്റെ മനസ്സോടെയോ ഒന്നും ഒരു ഭരണകൂടത്തിന് ഒരിക്കലും പോകാൻ സാധിക്കില്ല, പോകാനും പാടില്ല. പക്ഷേ ചില വസ്തുതകളുണ്ട്. അല്ല, പക്ഷേ ഞാൻ പറഞ്ഞ കഴിഞ്ഞ 5 വർഷം മേയർ ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന കാലയളവ്, ആ കാലം ഒരുപാട് വിഷയങ്ങൾ BJP ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപാട് കരമന അജിത്തൊക്കെ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർക്കിംഗ്. ഞാനിതിനകത്ത് ഏറ്റവും എന്നെ അതിശയം തോന്നിയത് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനോട് ഇരുന്ന പാർക്കിംഗ്. അതിനകത്ത് കയറ്റാൻ പോലും പറ്റത്തിരുന്നു. അത് വെറുതെ കിടന്നിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഈ കോർപ്പറേഷനോട് ചേർന്ന് ഒരു തല്ലിപ്പൊളി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അഴിമതിയും അല്ലെങ്കിൽ ഈ ഇതൊന്നും അന്വേഷിക്കണ്ടേ? അതിൻ്റെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും അഴിമതി നടന്നിട്ടുള്ള ജനങ്ങളുടെ പൈസ പണം തട്ടിയെടുത്തതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും. ചില കാര്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകളുടെ അന്വേഷണം എവിടെയാണെന്ന് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും വൈരാഗ്യ ബുദ്ധിയോടെയോ വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു ഭരണകൂടം വൈരാഗ്യബുദ്ധി വേണ്ടെങ്കിൽ ഒരു ആവേശം കുറവ് പോലെ. അല്ല, വൈരാഗ്യബുദ്ധി വേണ്ട ഞാൻ പറഞ്ഞത്. എങ്കിലും അല്ല, വ്യക്തിപരമായ കാര്യങ്ങളിലോട്ടോ വ്യക്തിപരമായുള്ള ആക്രമണങ്ങളിലോട്ടോ ഒരു ഭരണ സംവിധാനം പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്. പക്ഷേ ഇപ്പോൾ 5 വർഷത്തെ മാത്രമല്ല, ഈ 45 വർഷത്തിനിടയ്ക്ക് പല സമയത്തും നടന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഭരണത്തിലെത്തിയത് കൊണ്ട് അതിൻ്റേതായ ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് അത് നോക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. അപ്പോൾ അത് നിയമവിദഗ്ധരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. കോർപ്പറേഷനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ എന്താണ് സ്വപ്നത്തിലെ ഒരു രാജേഷിൻ്റെ സ്വപ്നത്തിലെ തിരുവനന്തപുരം? 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റണം. അതിന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. 3 നഗരം ഡൽഹി, അഹമ്മദാബാദ്, അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പിൽഗ്രിം ടൂറിസം, പിന്നെ കൾച്ചറൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം, വിഴിഞ്ഞം, IT, ഈ 4 മേഖലകൾക്ക്. വിഴിഞ്ഞം നമ്മുടെ അകത്ത് വരുമല്ലേ? വിഴിഞ്ഞം പോർട്ട് വാർഡുണ്ട്. പോർട്ട് വാർഡ് തന്നെ ഉണ്ട്. വിഴിഞ്ഞം നമ്മുടെ അല്ല, വിഴിഞ്ഞം നമ്മുടെ പോർട്ട് വാർഡാണ്. അപ്പോൾ ആ വാർഡ് തന്നെ അങ്ങനെ ഉണ്ടാക്കി നേരത്തെ. അത് അവിടെ നിന്ന് മറ്റേ സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, നമുക്ക് കിട്ടത്തില്ല. അതല്ലാണ്ട് പ്രശ്നം ടെക്നോ പാർക്ക് ഒഴിവാക്കിയല്ലോ. അപ്പോൾ നമുക്കില്ല. കോടിക്കണക്കിന് രൂപ നികുതി കിട്ടേണ്ടതാണ്. അല്ല, അപ്പോൾ അവർക്ക് നികുതിയില്ലേ? അവർക്ക് പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു പോർട്ടിൽ നിന്നും നമുക്ക് കോർപ്പറേഷന് കിട്ടേണ്ടതായിട്ടുള്ള നികുതി കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ കണക്കുകൾ നോക്കിയിട്ട് പിന്നീട് പറയാം. അല്ല, അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. അത് ആയിക്കോട്ടെ, അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളിൽ കിട്ടാം. അത്
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 16 ദിവസം കൊണ്ട് പഠിച്ചതെന്നാണ് ഇത്രയും പറയുന്നത്. ബാക്കി എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റായിട്ടൊക്കെ ചർച്ച ചെയ്യണം, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. എനിവേ അതായത് വിഴിഞ്ഞ മുമ്പ് ഞങ്ങളുടെ മനസ്സിലുള്ള മുംബൈ പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത് മഹാരാഷ്ട്രയിലുണ്ടായ വികസനം അതിനേക്കാളും പൊട്ടൻഷ്യൽ വിഴിഞ്ഞത്തിനുണ്ടെന്നാണ് കണക്കുകൂടൽ. അപ്പോൾ നമുക്ക് അതാണ് സ്വപ്നം. ആ അവസ്ഥയിലേക്ക് തിരുവനന്തപുരത്ത് എത്തിക്കാൻ സാധിക്കും. നമുക്ക് റോളുണ്ടോ അവിടെ? സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, സംസ്ഥാന സർക്കാർ. നമുക്ക് നികുതി കിട്ടിയില്ലെങ്കിലും നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള പുറത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുമല്ലോ. ഇപ്പോൾ ക്രൂ ചേഞ്ച് ഒക്കെ വരുന്നതോടുകൂടി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾ വരുമല്ലോ. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കൊണ്ടുവരുന്ന നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ പാസ് ചെയ്യുന്ന വഴിയിൽ കിട്ടുന്ന അതിൽ നമുക്ക് കോർപ്പറേഷനും മെച്ചം കിട്ടും, ജനങ്ങൾക്കും തൊഴിൽ സാധ്യതകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് നികുതി കിട്ടുമല്ലോ. പിന്നെ IT, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർജി കൂടെ മുന്നിൽ നിന്ന് നയിക്കാനുള്ളപ്പോഴേക്കും IT സെക്ടറിൻ്റെ സാധ്യതകൾ അനന്തമാണ്. ഒരുപക്ഷെ കോർപ്പറേഷന് പുറത്തേക്ക് അത് വ്യാപിക്കേണ്ടി വരും, ഒരു ആറ്റിങ്ങൽ ഭാഗത്തോട്ടൊക്കെ വ്യാപിക്കേണ്ടി വരും. നമുക്ക് ആ മേഖല മുഴുവൻ IT മേഖലയായിട്ട് നമ്മുടെ കഴക്കൂട്ടം മുതൽ അങ്ങോട്ട് IT മേഖലയായിട്ട് മാറുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചറൽ ടൂറിസം ഏറ്റവും മനോഹരം, നമ്മുടെ സംസ്കാരം പ്രൊമോട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷനും അതുപോലെ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും കൾച്ചറൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. ഞങ്ങളതിൽ ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ വെട്ടുകാട് പള്ളി, ഭീമാപള്ളി, ഈ 4 ആരാധനാലയങ്ങൾ ലോക പ്രശസ്തമാണ്. എല്ലായിടത്തും പോയോ? ഇല്ല, പോയി തുടങ്ങിയതുള്ളൂ. വെട്ടുകാട് പള്ളി നിശ്ചയിച്ചിരുന്നു, അത് പോകാൻ പറ്റില്ല, അടുത്ത ദിവസം പോകുന്നുണ്ട് എല്ലായിടത്തും. എങ്ങനെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ചർച്ച ചെയ്യണം. ഞാനതാണ് പറഞ്ഞത്, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ചില ആശയങ്ങളുണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എക്സ്പെർട്ടുകളെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ ആരാധനാലയങ്ങളുടെ കമ്മിറ്റിയുടെ ചുമതലയുള്ളവരെ വിളിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ മേഖലയിൽ, ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ വിളിക്കേണ്ടി വരും. ലോകത്ത് ഇതുപോലെ ഏതെങ്കിലും മാതൃകകളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ഇതൊരു വലിയൊരു പ്രോസസ്സിലൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ വരുമാനം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും മെഡിക്കൽ ടൂറിസം. ഇന്നലെ IMAയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് നല്ല പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് IMA ആയിട്ട് ഡിസ്കസ് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അവർക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. കണക്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതി എന്നുള്ള മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഈ 4 സംവിധാനങ്ങൾ ഉയർന്നാൽ തന്നെ നമുക്ക് അനന്തമായ സാധ്യതകൾ വരും. ഇതുപോലെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇന്നലെ IMAയിൽ സംസാരിച്ചത് പറഞ്ഞു. ഇപ്പം എല്ലാവരും പറയുന്ന ഒന്നാണ്, നേരത്തെ അങ്ങ് വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മുടെ മറുനാടൻ മലയാളി അമലൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസ്തു തന്നെയാണ്. നമ്മൾ കോർപ്പറേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ വാഹനങ്ങൾ കിടപ്പുണ്ട്, പഴയ വാഹനങ്ങൾ, 10 ലക്ഷം 15 ലക്ഷം രൂപ വാഹനങ്ങളാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയായിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ലേലം ചെയ്യാത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ PWDയിലെ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ വാല്യൂ അസസ് ചെയ്യുന്നത്. തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ 2 or 3 പേരാണുള്ളത്. ഈ 2 or 3 പേരാണ് എല്ലാ സർക്കാർ ഓഫീസുകളിലെയും പഴയ വാഹനങ്ങളുടെ വാല്യൂസ്. ഇവർ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 2-3 വർഷം എടുക്കും ഇവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിനെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ കോർപ്പറേഷൻ പറ്റുമായിരിക്കും. അതിന് ബഹുമാനോട് മന്ത്രിയായിട്ട് സംസാരിക്കണം. തദ്ദേശ സ്വയംഭരണ മന്ത്രിയോട് ഇന്നലെ അതിൻ്റേതായ നിയമവശങ്ങൾ നോക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയർ തന്നെ വേണം. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുവാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പെർമിഷൻ ലഭിച്ചാൽ നമ്മുടെ വാഹനങ്ങൾ മാത്രം അസയാനാണെന്നുണ്ടെങ്കിൽ 100-150 വാഹനങ്ങളുണ്ട്. അദ്ദേഹത്തിന് 1 മാസം കൊണ്ട് തീരും. നമുക്ക് നെക്സ്റ്റ് ഡേ ലേലം ചെയ്യാം. ലേലം ചെയ്തിട്ട് കോർപ്പറേഷൻ്റെ അസറ്റിലേക്ക് അത് മുതൽ കൂട്ടാം. അപ്പോഴേക്കും ഇത് ഓരോ ഡേ ടു ഡേ ഇടപെടേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നികുതി ചോർച്ച, ഇതൊക്കെ ഞാൻ പറഞ്ഞ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ, തെരുവുനായി പ്രശ്നവും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സൈമൾട്ടേനിയസ്ലി മറുഭാഗത്ത് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൗൺസിലർമാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിഹരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കോർപ്പറേഷനാക്കി മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം എടുക്കുക, അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല. പലപ്പോഴും നമുക്ക് കാണാനായിട്ട് വരുമ്പോൾ ഒരു തടസ്സം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നെങ്കിലും നിന്ന് അകലെ നിന്ന് നോക്കി കാണുന്നല്ലാതെ നമുക്ക് കൃത്യമായി പാർക്ക് ചെയ്തിട്ട് കൃത്യമായി പത്മനാഭസ്വാമി ക്ഷേത്രം എങ്ങനെ കാണാം, എതിരെ പോകാൻ എന്നൊരു ഗൈഡൻസ് ഒന്നും കൃത്യമായിട്ടില്ല. ഏത് വഴികൾ പോകണം. ഞാനിപ്പം എൻ്റെ പല സുഹൃത്തുക്കളും ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുമ്പോൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യം എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല, ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എവിടെയാണ് ടിക്കറ്റ് എടുക്കണമെന്ന് അറിയത്തില്ല. പ്രാർത്ഥിക്കാനാണെങ്കിൽ അതിന് സംവിധാനം, ഇതിന് ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. അതിനെന്ത് പരിഹാരമുണ്ട്? അത് അങ്ങ് പറഞ്ഞ വസ്തു തന്നെയാണ്. അവിടെയാണ് ടൗൺ പ്ലാനിങ്ങിൻ്റെ പ്രശ്നം. നമ്മളൊരു സിറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെന്നുള്ള ഒരു 25-50 വർഷം കഴിയുമ്പോഴേക്കും ഏത് തരത്തിൽ ലോകം എത്തി നിൽക്കും, നമ്മുടെ ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ എത്തി നിൽക്കും, അവിടേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളുടെ തിരക്ക്, ഇല്ലെങ്കിൽ അവിടെ ആൾക്കാർ വരുന്നത് കുറയുന്നുവെങ്കിൽ അവർക്ക് എന്തൊക്കെ സൗകര്യം വേണം. ഇങ്ങനെ ഏത് വിജയിച്ച നഗരം എടുത്താലും ഇത്രത്തോളം വീക്ഷണമുള്ള ഒരു വ്യക്തിയോ ഒരു ടീമോ ഇരുന്ന് പ്ലാൻ ചെയ്ത നഗരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. നമ്മൾ തിരുവനന്തപുരം സിറ്റി ഡിസൈൻ ചെയ്തിട്ടൊരു പ്രശ്നമുണ്ട്.
അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇത്രത്തോളം ആരാധകർ വരുമെന്നില്ലെങ്കിൽ ഇത്രത്തോളം ഭക്തർ വരുമെന്ന് ഒരിക്കലും ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നത് വരെ അറിയില്ല. അപ്പോൾ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും, അന്ന് ഈ പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെ പരിഹാരം ഉണ്ടാകും? അത് പരിഹാരം വിദഗ്ധമായിട്ട് ചർച്ച ചെയ്യണം. അത് ചെയ്യണം വിദഗ്ധമായിട്ട് ചർച്ച ചെയ്യണം. കാരണം ഇതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ജനത്തിന് കൈവരിക്കുന്ന പണം മുടക്കുന്ന മടിയില്ല, അവർക്ക് വേണ്ടത് ക്വാളിറ്റി സർവീസാണ്. അപ്പം അതിന്റെ മറ്റൊരു ഭാഗമാണ് ആഗ്രഹിക്കുന്നത് പാർക്കിംഗ്. തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രശ്നം. കൺജസ്റ്റഡ് റോഡുകൾ, ഫ്ലൈ ഓവറുകൾ. നമുക്ക് ഫ്ലൈ ഓവർ ചില സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ഫ്ലൈ ഓവർ, ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ചെയ്യുന്ന പോലെ ഫ്ലൈ ഓവറുകളെ കുറിച്ച് വാഹനം പോകുന്നതും വേണം. വാഹനം അല്ല, കോർപ്പറേഷൻ തന്നെ ചെയ്യണം. കോർപ്പറേഷൻ അത് ആ ആശയം മുന്നോട്ട് വെച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ട് ചെയ്യാമല്ലോ. നഗരവികസനം, അർബൻ ഡെവലപ്മെൻറ്റ്. മാത്രമല്ല നമ്മൾ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ ഞാനിവിടെ പോയി കണ്ടിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം, നിങ്ങൾ ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് നേടിയെടുത്താൽ വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ അതാണല്ലോ സ്മാർട്ട് സിറ്റി നമുക്ക് കിട്ടിയത്. ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റിന് ഉള്ള പ്രോജക്റ്റുകൾ വരുമ്പോഴേക്കും ഒരു പക്ഷേ ഫ്ലൈ ഓവറിൻ്റെ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിൽ ഇറങ്ങണ്ടാത്ത വാഹനങ്ങൾക്ക് അതുവഴിയൊക്കെ പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള സാധ്യതകളുണ്ട്. അല്ല, ഈ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ പാർക്കിങ്ങിന് എന്തെങ്കിലും നമുക്ക് കോർപ്പറേഷൻ സ്ഥലം ഉണ്ടെങ്കിൽ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്ററുകൾ പണിതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഉണ്ടോ? അതായത് ഞാൻ പറഞ്ഞിപ്പം സെക്രട്ടേറിയറ്റിലെ കിഴക്കക്കോട്ടയിലെ ആ ഭാഗങ്ങളിലൊക്കെ സ്റ്റാച്യു, കിഴക്കക്കോട്ട, അല്ല അങ്ങനെയുള്ള വലിയ തിരക്കുള്ള ഇടങ്ങളിൽ അതിനുള്ള സംവിധാനം ഇപ്പം ചില സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ പണിതിട്ടുണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ. അതൊന്നുകൂടി അസസ് ചെയ്യണം. പല സ്ഥലങ്ങളിലും അത് ഫലപ്രദമല്ല. അതായത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്, അതിലപ്പുറം ജനങ്ങൾക്ക് വാഹനം കൊണ്ടുപോകും. ഒരു വലിയൊരു കാർ പാർക്കിംഗ് കേന്ദ്രം വരുമ്പോഴേക്കും അതിലേക്കുള്ള ആക്സസ് ക്ലിയർ ആയിരിക്കണം. ഒരു 2-3 വാഹനങ്ങൾക്ക്, വലിയ കാറുകൾക്ക്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വലിയ കാറുകൾക്ക് ഉൾപ്പെടെ കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ വഴിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ ബുദ്ധിമുട്ട് അങ്ങോട്ട് പോകാൻ മടിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പോയി ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർക്കിംഗ്. വലിയ പാർക്കിംഗ് സെന്റർ, നമ്മൾ ഈ ലുലുമാളിലൊക്കെ പോകുന്ന മാതിരിയുള്ള വലിയ പാർക്കിംഗ് സെന്റർ. ഈ പാർക്കിംഗ് സെന്ററുകൾ ഉണ്ടാക്കാതെ നമുക്ക് ഒരിക്കലും പരിഹാരം, അതിനുള്ള എന്തെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം പെരുന്നാൾ പോലെ തന്നെയുള്ള പ്രശ്നം. അത് ചർച്ച തുടങ്ങിയിട്ടില്ല, ചെയ്യേണ്ടതായിട്ടുണ്ട്, ചർച്ച തുടങ്ങിയിട്ടില്ല. അതൊന്ന് ഗവനിച്ചെടുക്കണം. 2, കോവളം നമ്മുടെ പരിധി ഓൾമോസ്റ്റ് അവസാനിപ്പിക്കാം. കോവളം ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതും ജനത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു സ്ഥലമാണ് കോവളം. കോളശംഖുമൊക്കെ, പ്രത്യേകിച്ച് കോവളം. ഈ കോവളത്തെ റെഗുലറൈസ് ചെയ്യുന്നതിൻ്റെ പദ്ധതികൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആളുകൾ വരുന്നു, പക്ഷേ അവിടെ വൃത്തിയാക്കിയിടാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ വെറുതെ, ഇപ്പം ഞാൻ പറയുന്നത് ഗോവയിലൊക്കെ ആണെങ്കിൽ എല്ലാ കടകളിലും മദ്യമുണ്ട്. നമുക്കിവിടെ പരിമിതിയുണ്ട് എങ്കിൽ പോലും ടൂറിസവുമായിട്ട് മദ്യത്തിന് ചില ബന്ധമുണ്ട്. അതിന് ചില ഇളവുകൾ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോവളത്തെ റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിതരണം ചെയ്യാനൊക്കെ അടക്കമുള്ള കാര്യങ്ങളും അവരുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കോവളത്തെ വൃത്തിയാക്കാനും ഗുണകരമാക്കാനുള്ള എന്തെങ്കിലും പദ്ധതി മനസ്സിലുണ്ടോ? അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോവളത്തെ ഹോട്ടൽ ഉടമകളുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് കണ്ടിരുന്നു. പക്ഷേ അവർക്ക് തന്നെ എൻ്റെ പൾസ് കെട്ടി കാണും BJP ഭരണത്തിലെത്തുമെന്ന്. അവർ വളരെ വേദനയോടെയാണ് പല കാര്യങ്ങളും. ഈ ലണ്ടനിലൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നവർ, അവർക്ക് പാരമ്പര്യമായിട്ട് കോവളത്ത് എനിക്കറിയാവുന്നവരുണ്ട്, അവരൊക്കെ തിരിച്ചിവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാം. അവർക്ക് പാരമ്പര്യമായിട്ട് ഹോട്ടലൊക്കെ ഉള്ളവരാണ്. അങ്ങനെ അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പം ആകെ കണ്ണീരും കൈയായിട്ടിരിക്കുകയാണ്. കാരണം 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, അവരുടെ ഹോട്ടലുകളൊക്കെ തന്നെ റിനോവേറ്റ് ചെയ്യുന്നതിലുള്ള ചില കോർപ്പറേഷൻ്റേതായ ചില തടസ്സങ്ങൾ. അവർ പറയുന്നത് ലീഗലി അവർക്ക് അനുകൂലമായിട്ടാണെന്ന് എനിക്ക് പരിശോധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ആരും ഇപ്പോൾ ഡെസ്റ്റിനേഷൻ കോളാക്കാറില്ല. ഇതിനേക്കാൾ കുറഞ്ഞ പണത്തിൽ, ഇതിനേക്കാൾ കൂടിയ സൗകര്യത്തിൽ മറ്റു പലത്ത് താമസിക്കാമെന്നുള്ള ഒരു വിലയിരുത്തലിൽ വിനോദസഞ്ചാരികളൊക്കെ ഒന്ന് കോവളത്ത് വന്നു എന്ന് പറയാൻ വേണ്ടി വന്നു പോകുന്നില്ല. അപ്പോൾ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതില്ല, അപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. അവർ ഡെസ്റ്റിനേഷൻ ആക്കുമ്പോഴാണ് നമുക്ക് മണി സർക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഈ കുറേ പ്രതിസന്ധി അവർ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തെരുവുനായ ശല്യമാണ്, മറ്റൊന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ ചില ഇടപെടലുകളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് 1-2 തവണ ഒരുമിച്ച് കൂടിയിരുന്നു. ഇനി ഞങ്ങളിപ്പോൾ 2 ആഴ്ചയല്ലേ ആയുള്ളൂ. ജനുവരി മാസത്തിലോ ഫെബ്രുവരി ആദ്യമോ കോവളത്തെ ഹോട്ടലുകാരെ ഒന്ന് ഒരുമിച്ചിരിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഭരണസമിതിക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി. പിന്നെ താങ്കൾ പറഞ്ഞ ഈ ഗോവയിലേക്കുള്ള സംവിധാനം, അതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. സംസ്ഥാന സർക്കാർ എന്താ പോളിസിയാണ് എടുക്കുന്നത് അത് നടപ്പിലാക്കുവാൻ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. പിന്നെ നഗരത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് ഈ നഗരത്തിൽ താമസിക്കുന്ന മനുഷ്യർക്ക് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അവരുടെ ഒരു റിലാക്സേഷൻ ഈവനിങ് ടൈമാണ്, പ്രത്യേകിച്ച് വീക്കെൻഡ്സ്. അപ്പം നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക്
പോയ കാണാം, അല്ലെങ്കിൽ കനോക്കുന്ന ആ ഭാഗത്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർക്ക് താങ്ങാൻ കഴിയാത്തത്ര ആളാണ്. ശ്രദ്ധിച്ചിട്ടില്ല? ഇവിടെ വരാൻ, ഇവിടെ പാട്ട് മറ്റേ കനോക്കുന്ന നടക്കുന്ന നിശാഗന്ധി നടക്കുന്ന പ്രോഗ്രാം പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവിടെ നടക്കുന്ന പരിപാടികൾ സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ പോലും വരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് പോകാൻ ഇടമില്ല. അപ്പം നഗരത്തിന് പുറത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഒരു വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമുള്ള ഒരു പാർക്ക് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് സങ്കടം തോന്നും, മ്യൂസിയത്തിനോട് ചേർന്ന് ചെറിയ പാർക്കുണ്ട്, അവിടെ നമ്മൾ ഈ ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കണം. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് നമ്മൾ നിൽക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അതും എന്ത് മിനിമം സൗകര്യം അവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞേ, ഈ വിദേശ രാജ്യം പാശ്ചാത്യ, ഞാൻ ബ്രിട്ടനിൽ ജീവിച്ച ആളാണ്. അവിടെ ഓരോ ഗ്രാമവും ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ പാർക്കുണ്ട്. അപ്പം ഈ നഗരത്തിൽ എവിടെയെങ്കിലും സ്പേസ് ഉണ്ട്, എനിക്കറിയത്തില്ല, അത് ഏറ്റെടുത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പാർക്ക് കുട്ടികൾക്ക് കളിക്കുക. അതായത് ഞാൻ വൈകുന്നേരങ്ങളിൽ ചെന്നാൽ പിള്ളേരെ മറ്റേ സേഫായിട്ട് കളിക്കാൻ വിടുന്നു, അതിനുള്ള സംവിധാനം ഉണ്ടാവണം. എനിക്ക് വേണമെങ്കിൽ അവിടെ തലമുടി വെട്ടാനോ അല്ലെങ്കിൽ എൻ്റെ ദിവസം ചെയ്യേണ്ട എന്തെങ്കിലും പണികൾ, അല്ലെങ്കിൽ മസാജ് ചെയ്യാനോ ഉള്ള സംവിധാനം ഉണ്ടാവണം. എനിക്ക് വായിക്കാൻ ചെറിയ ലൈബ്രറി ഉണ്ടാവണം. എനിക്ക് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് നല്ലതായിട്ട് സ്റ്റാൻഡേർഡായിട്ട് വരാം. അങ്ങനെ ഒരു സമഗ്രമായ ഒരു പലപ്പോഴും സ്വകാര്യ മേഖല നടക്കുന്നത്, അങ്ങനെ സമഗ്രമായ ഒരു ടൂറിസ്റ്റ് സെൻറ്റർ നല്ല സ്ഥലമെടുത്ത് ചെയ്യുന്നതിന് അത് എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ലാഭമായിരിക്കും. കാരണം ജനങ്ങൾ പാസ് കൊടുത്ത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പദ്ധതി കിട്ടാൻ, കാരണം ഈ ജനങ്ങൾക്ക് ഇവിടെ പറ്റിയ ഇടമില്ല. നമ്മളെവിടെ പോകും, ഒരിടത്തും എവിടെ ചെന്നാലും ശ്വാസം മുട്ടില്ല. കോട്ടയത്ത് പോലും വലിയ പാർക്കുണ്ട്, ഞാൻ കോട്ടയത്ത് വലിയ പാർക്കുണ്ട്, പക്ഷെ തിരുവനന്തപുരത്ത് പാർക്കില്ല. ഈ പാർക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇപ്പം പട്ടത്തൊരു പാർക്ക് കണ്ടിരിക്കുന്നുണ്ട്, ഈ സിഗ്നൽ ലൈറ്റിന് ചേർന്ന്, അവിടെ ഒരു മനുഷ്യന് കയറാൻ പറ്റത്തില്ല. അങ്ങനെ പണം വേസ്റ്റ് ആവാതെ ജനത്തിന് വണ്ടി പാർക്ക് ചെയ്ത് കയറി, ഇപ്പോഴത്തെ പാർക്കല്ല, പേരിന് വേണ്ടി ജംഗ്ഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന് പോലും കയറാത്ത 4 ചെടി വെച്ചിരിക്കുന്നത്, അത് മാറ്റി ഒരു സംവിധാനം ആലോചിക്കാൻ പദ്ധതികളെന്ന് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ ആവശ്യമാണ്. കാരണം മനുഷ്യൻ്റെ മാനസികമായും ശാരീരികമായുള്ള ഉല്ലാസം, അവരുടെ മാനസിക സംഘർഷം, പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ തന്നെ നല്ല മാനസിക സംഘർഷം അനുഭവപ്പെടുന്ന ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, IT ഫീൽഡിൽ ഡോക്ടേഴ്സൊക്കെ തന്നെ. അതുപോലെ കുട്ടികൾ എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ ഫ്രീ ആക്കണമെങ്കിൽ അവർക്ക് മറ്റൊരു മേഖല നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അപ്പോൾ സന്തോഷത്തോടെ ഒരു ദിവസം വന്നിട്ട് പോയാൽ പിറ്റേ ദിവസം വരണമെന്ന് തോന്നുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ഇപ്പോൾ ആക്കുളം ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ വേളി ഇതൊക്കെ തന്നെ കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എടുത്ത് കുറച്ച് പണം മുടക്കിയിട്ട് കുറച്ച് ദിവസം ഉദ്ഘാടനം നടത്തി കൊണ്ടുപോകുന്നതിലപ്പുറം അത് കഴിയുമ്പോൾ കാട് കയറി ഒരു ശ്മശാന മുഖതയിൽ അവിടെ കിടക്കും. ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ ഇഴഞ്ഞിത്തുകളൊക്കെ കയറി. അപ്പോൾ പെർമനൻ്റായിട്ട് ഇത് നമുക്ക് ഏത് രീതിയിൽ, കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടത്ത് പോയിരുന്നു, അവിടെ ഒരു 1000 പേരാണ് ഒരു ദിവസം രാവിലെയും വൈകുന്നേരവുമായി നടക്കാൻ വരുന്നത്. അത്ഭുതപ്പെട്ടു, 1000 പേരാണ് വരുന്നത്, ഒരു 8-9 വാർഡുകളിൽ നിന്ന്. അവരുടെ കൂട്ടായ്മയുമായി കണ്ടിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷൻ കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. പുത്തരിക്കണ്ടം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ വളരെ മാറ്റാവുന്ന സ്ഥലമാണ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ തിരുവനന്തപുരത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പലരും വിദേശത്താണ്. അവരോട് 10-15 വർഷത്തേക്ക് കോർപ്പറേഷൻ തന്നെ ലീസിനെടുത്തിട്ട് അത് കൊടുക്കാമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെ ആരോഗ്യകരമായ ഇടപെടലേ നിലനിൽപ്പുണ്ടാവുള്ളൂ. കോർപ്പറേഷൻ ലീസിനെടുത്തിട്ട് ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ എടുത്തിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഈ വേളിയിൽ എന്തോ ഒരു പരിപാടി ചെയ്ത് പൊളിഞ്ഞു പോകാൻ കാര്യം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ താങ്ങാൻ വയ്യാത്ത ഫീസാണ് അവർ പഠിച്ചുകൊടുക്കുന്നത്. ആരോ പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിച്ചു. അപ്പോൾ അതല്ലാതെ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ഫീസിൽ എല്ലാ സംവിധാനം വേണം. മാത്രമല്ല കുറച്ചിങ്ങനെ കയറി ഇറങ്ങി ചാടി അങ്ങനല്ല. ഞാനീ പറഞ്ഞ എനിക്ക് എൻ്റെ ജോലികളും ചെയ്യാൻ പറ്റണം. ഒരു ഇൻ്റർനെറ്റ് കഫേയോ അങ്ങനെയുള്ള എല്ലാ ഒരു വൈഫൈ ഉണ്ട്, നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആണെങ്കിൽ പക്ഷേ സേഫ് ആയിരിക്കണം. അത്ര ഒരു വേളി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിൽ ചില സ്ഥലങ്ങൾ ആക്കുളം വേളിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് കുറഞ്ഞ പണച്ചെലവിൽ, അതായത് പണം മുടക്കിയാൽ അതിൻ്റെ പ്രയോജനം വേണം. കുറച്ച് ദിവസത്തേക്ക് ഒരു ഫോട്ടോ എടുക്കാനോ ഉദ്ഘാടനത്തിന് വേണ്ടി പണം മുടക്കുന്നതിൽ ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കും. ജനങ്ങളുടെ നികുതി പണമാണ്. അത് മുടക്കിയാൽ പെർമനൻ്റായിട്ട് നമുക്ക് ഗുണപ്പെടുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് നടത്താം. പക്ഷേ പെർമനൻ്റായിട്ട് ഗുണം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ചേർത്ത് നമുക്ക് 45-50 ഏക്കർ സ്ഥലം വിളപ്പിൽശാലയിൽ കിടപ്പുണ്ട്. കോർപ്പറേഷൻ്റെ സ്ഥലമാണ് അത്. അന്ന് ഒരു പദ്ധതിക്ക് തുടങ്ങി, ആ പദ്ധതി അവിടെ നിന്ന് മാറ്റി. ആ സ്ഥലം നമുക്ക് ഇങ്ങനെ കാട്ടക്കട പഞ്ചായത്തിലാണ്. പക്ഷേ നമ്മൾ മേടിച്ചു, കാട്ടക്കട അസംബ്ലി മണ്ഡലത്തിലാണ്. കോർപ്പറേഷൻ വാങ്ങി വില കൊടുത്ത് വാങ്ങിച്ചാണ്. നമ്മുടെ ഓണർഷിപ്പ് വാങ്ങിച്ചു. ഒരു പ്രോജക്റ്റിന് വേണ്ടി വാങ്ങാം. അതുകൊണ്ടല്ലേ അങ്ങനെ വാങ്ങിച്ചത് കോർപ്പറേഷൻ. അതിപ്പോൾ വെറുതെ കിടക്കുകയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യും, മിനിമം ഒരു സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാനെങ്കിലും 45 ഏക്കർ ഉണ്ടെന്നാണ്. അതെ, ഇവിടെ നിന്ന് പക്ഷേ ഒരു 12-15 കിലോമീറ്ററിനകത്ത് വരും. പക്ഷെ നമുക്ക് അവിടെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും?
ഒരു ടൗൺഷിപ്പോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഈ പാർക്കുകളുടെ കാര്യത്തിലോ ഇപ്പം നമുക്ക് തന്നെ കായിക മേഖലയിൽ കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഗ്രൗണ്ടുകളെ കളിക്കാനുള്ള എല്ലാ കളികളും മറ്റേ പിള്ളേർക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് നഗരത്തിലെ ടർഫിനൊക്കെ. അവിടുത്തെ ടർഫുകളും എല്ലാ കളികളും ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറന്റുകളും പിള്ളേരുടെ പാർക്ക് എല്ലാം കൂടെ ആക്കിയാൽ നമുക്ക് പ്രയോജനപ്പെടും. ഷോപ്പുകളും. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്ന വലിയ മെഗാ ഷോപ്പുകളല്ല. നമുക്ക് പെർമനന്റ് കൺസ്ട്രക്ഷൻ ഒന്നും അല്ല, ടെമ്പററി ആയാലും മതി. നമുക്ക് നാളെ ആ പ്രോപ്പർട്ടി വേറെ എന്തെങ്കിലും ഉപയോഗിക്കണം തീരുമാനം വന്നാൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പോൾ വെറുതെ കിടന്ന് നശിക്കരുത്. അതിൽ കോർപ്പറേഷന്റെ പണം മുടക്കാതെ തന്നെ CSR ഫണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് അവിടെ ആകുമ്പോൾ കിട്ടുമോ എന്ന് ആലോചിക്കണം. അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്. പലരും പല ഭാഗത്തുനിന്നും ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഒരു സ്ഥലം കിടന്നിട്ട് വർഷങ്ങളോളം അത് ഒരു പ്രയോജനം ആർക്കും ഇല്ലാതെ പോകുന്നതിനേക്കാൾ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. കോർപ്പറേഷൻ ഒരുപാട് അസറ്റ് ഉണ്ട്, പലതും വെറുതെ കിടക്കുവാണ്. അങ്ങനെയാണ്, പലതും വെറുതെ കിടക്കണം, പലതും കൈയേറിയിട്ടുണ്ട്. അതെ, അത് ഞാൻ ചോദിക്കുന്നത് ദീർഘകാലമായിട്ട് ചെറിയ വാടകയ്ക്ക് എടുത്ത് ഇപ്പം 872 രൂപയുടെ വിവാദം ഉണ്ടായല്ലോ, അതൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുന്നുണ്ടോ? അതായത് നമ്മുടെ ഒരു പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഞാനതിൽ വേറൊരു വിവാദത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല പറയുന്നത്. അതിനൊക്കെ തന്നെ റെന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലാനുസൃതമായിട്ട് വാടക പുതുക്കണം. കോർപ്പറേഷന് കിട്ടേണ്ട മാർക്കറ്റ് റേറ്റ് കോർപ്പറേഷൻ കിട്ടണം, അത് മതി, അത് കിട്ടണം. അത് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുകൾക്ക് മാത്രം വാടക കുറവും സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിങ്ങിന് വാടക കൂടുതലും കൊടുക്കുന്നതിനോട് ജനങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. ജനവികാരം അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. അപ്പോൾ അതുണ്ടാകണമെന്നേ. ഈ കോർപ്പറേഷന്റെ പല കെട്ടിടങ്ങളും സബ്ലെറ്റ് ആയിട്ട് അതൊക്കെ നിയമവിരുദ്ധമല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ കണ്ടെത്താൻ ശ്രമമുണ്ടോ? അതിനുള്ള പരിശ്രമം നടത്തണമല്ലോ. അത് ഇതെല്ലാം ചെയ്യണേ, ഇത് വേണ്ട ആവേശത്തോടെ ചെയ്താൽ മാത്രമേ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞത് ഈ ഓരോ കാര്യങ്ങളും പകയാണെന്നൊന്നും കരുതേണ്ട കാര്യം അല്ലല്ല. കോർപ്പറേഷൻ പറയേണ്ട വരുമാനമൊക്കെ തന്നെ, അതിനാണല്ലോ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം വന്നാൽ കോർപ്പറേഷൻ ലാഭത്തിൽ പോകാൻ പറ്റും അല്ലേ? കോർപ്പറേഷന് സ്വാഭാവികമായിട്ടും നമുക്ക് കോർപ്പറേഷന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാമ്പത്തിക സോഴ്സ് ഇവിടെ ഉണ്ട്. അതിനെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ എത്ര കുടിശ്ശിക പിരിക്കാൻ കാണും? ഏകദേശം കണക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ. 150 കോടി ഉണ്ടാവും. അത് കൂടുതൽ ഉണ്ട്, ഏറെക്കുറെ അതാണ് വന്നിട്ടുള്ളത്. അത് പിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചില്ല. കഴിഞ്ഞ ദിവസം ലീഗൽ ഓഫീസറെ വിളിച്ചിരുന്നു, ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വന്ന് കണ്ടിരുന്നു. കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിരുന്നു. എല്ലാം തന്നെ കേസിലാണ് മിക്കതും തന്നെ. എല്ലാം കേസിലല്ല, പലരും അടയ്ക്കാത്തതുണ്ട്, കേസ് ഫയൽ ചെയ്യാത്തതുണ്ട്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 800 കേസുകൾ വരെ ലോവർ കോർട്ടിലും ഹൈക്കോടതിലുമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വ്യത്യസ്തമാണ്, ചില ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യമൊക്കെയാണ്. ഞാൻ അത് പരിശോധിച്ചില്ല, ലിസ്റ്റ് കണ്ടിട്ടില്ല, ഏറെക്കുറെ പറഞ്ഞത്. അപ്പോൾ കേസുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോർപ്പറേഷൻ കുറച്ച് കാര്യം കൂടെ കഴിഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്കറിയാൻ പോകാനായിട്ടറിയാം, ഒരു 5 മിനിറ്റ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJPക്ക് കോർപ്പറേഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കോർപ്പറേഷനെ ഇത്രയധികം ജനശ്രദ്ധ. കേവലം തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് സാധാരണ കോർപ്പറേഷൻ നമുക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ എന്നെ സംബന്ധിച്ച് നമുക്ക് ആർക്കും അറിയില്ല. കണ്ണൂർ കോർപ്പറേഷൻ ആണെന്ന് പോലും നമ്മൾ അറിയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴാണ്, സത്യമായിട്ട് പറഞ്ഞാൽ. പക്ഷേ കേരളത്തിലെ എല്ലായിടങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചും മേയർ രാജേഷിനെ കുറിച്ചും ചർച്ചയുണ്ട്. ഞാൻ ചോദിച്ചത് BJPക്ക് ഇതെങ്ങനെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? BJPക്ക് ഇപ്പം നരേന്ദ്രമോദിജി നൽകുന്ന മാതൃകകളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പിന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ടായ ഒരു സമന്വയത്തിൻ്റെ പാതയാണ് വികസന കാര്യങ്ങളും ഭരണകാര്യങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നത്. നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചർ ഉണ്ടല്ലോ. ഞങ്ങളെല്ലാ കൗൺസിലർമാരും, BJPയുടെ എല്ലാ കൗൺസിലർമാരും, NDAയുടെ എല്ലാ കൗൺസിലർമാരും ആ പാത തന്നെയാണ് പിന്തുടരുന്നത്. ഞങ്ങൾ മറ്റുള്ള കൗൺസിലർമാരോട് അത് ആവശ്യപ്പെടുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസി, അഴിമതി രഹിത ഭരണം, സാധാരണക്കാരായ ജനങ്ങൾക്ക് സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിൽ പ്രവർത്തിക്കും. ഇപ്പം അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു, ഡോക്ടേഴ്സ് ആഗ്രഹിക്കുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നു. ഈ എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അവരവരുടെ മേഖലകളിൽ സൗകര്യം ഒരുക്കി കൊടുക്കുക, അതിന് ജനസേവരായിട്ട് ഞങ്ങൾ മാറുക. ഈ ലക്ഷ്യം മുൻനിർത്തി ഞങ്ങൾ BJP നേതാക്കന്മാർ, BJP പ്രവർത്തകർ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം BJPക്ക് ഉണ്ടാകും. അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിലൊരു വിട്ടുവീഴ്ചയില്ല. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും BJPക്ക് പിന്തുണ ഇന്ത്യക്കകത്തും പുറത്തു കയറുന്നത്? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും രാഷ്ട്രീയ ലാഭം ഞങ്ങൾ ആഗ്രഹിക്കാറില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴേക്കും BJP നേരിൻ്റെ പാതയിലാണ് ജനങ്ങൾക്ക് തോന്നുന്ന സാഹചര്യമില്ല. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം വരും. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് ഞങ്ങൾ നേരിൻ്റെ പാതയിലായിരുന്നു. ഞങ്ങളുടെ പോരാട്ടങ്ങളും ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ 15 സീറ്റ് കൊടുത്തതിൻ്റെ 50 എത്തിച്ചത്. സ്വാഭാവികമായിട്ടും ഭരണത്തിലെത്തിയെന്ന സ്ഥിതിക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കേരളത്തിൽ മുഴുവൻ BJPക്ക് ഉണ്ട്. നന്നായി ഭരിച്ചാൽ കോർപ്പറേഷൻ വീണ്ടും കിട്ടും, നല്ലത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിനപ്പുറത്തേക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പുറത്തേക്ക് കേരളത്തിൽ BJP എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നിയമസഭാ സീറ്റില്ല, ഒരു MP സീറ്റ് ഉണ്ടെങ്കിൽ
വലിയ ലക്ഷ്യത്തോടു കൂടി, അതേസമയം മറ്റേത് പാർട്ടിയെക്കാട്ടിലും അടിത്തറയുള്ള പ്രസ്ഥാനമാണ്. വലിയൊരു കടമ്പ കടന്നാൽ മാത്രമേ BJPക്ക് ഇതിനെ ഈ വോട്ടാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അതിൽ എന്ത് ഉത്തരവാദിത്വമാണ് കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ? ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഞങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം കേരളത്തിലെമ്പാടും വളരെ വലിയൊരു വേവാണ്, വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അത് ഇടതുപക്ഷ പ്രവർത്തകരുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെയൊക്കെ ഉൾപ്പെടെ നിഷ്പക്ഷരുടെയൊക്കെ മനസ്സിൽ ഉണ്ട്, അലയടിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ പോയിരുന്നു. അവിടെയൊക്കെ ആശയപരമായി BJPയോട് വിയോജിക്കുന്നവർ പോലും BJPയുടെ ഭരണത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളൊരു വിജയകരമായ നേതൃത്വവും വിജയകരമായ ഭരണം മുന്നോട്ട് വച്ചാൽ അത് കേരളത്തിലെമ്പാടും പ്രതിഫലിക്കുമെന്നും അത് അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2026, 2029, 30 ഈ 3 തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. 26 അസംബ്ലി, 29 പാർലമെൻറ്റ്, 31 നിയമസഭ. ഈ 3 തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിക്കണം. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യത കാണുന്നുണ്ടോ? എന്നെ ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വർക്ക് മേയർ എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രവർത്തനം ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ്. അത് ഏകദേശം എന്തായാലും 5 വർഷം കൊണ്ട് ഞങ്ങൾ സാധ്യത കാണുന്നില്ല. അതായത് ഇതാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ചെയ്തു പോവുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്തു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വലിയ മുന്നേറ്റം ഉണ്ടാവും. വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോഴേ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്ന BJP ആയിരിക്കും. അതോടൊപ്പം തന്നെ LDF, UDF അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഇന്ന് കേരളം തേടുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ആ ഓൾട്ടർനേറ്റീവ് BJPയിൽ കണ്ടെത്തും. വളരെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അപ്പുറം മുന്നേറ്റം. അത് മാത്രമല്ല നിയമസഭയിൽ നിർണായക ശക്തി BJP ആയിരിക്കും, ഒരു സംശയമില്ല. ഒന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. അതായത് ഈ നിയമസഭയ്ക്ക് ഒരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടോ? സീറ്റുകൾ കൃത്യമായ പ്ലാൻ ഇടുന്നുണ്ടോ? ഞാൻ ഏത് സീറ്റും ചോദിക്കുന്നില്ല. അല്ല, സ്ട്രാറ്റജി ഉണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിൻ്റെ അനുസരിച്ചുള്ള ചർച്ചകളിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേറ്റ് അതിൽ കൂടുതൽ വിശദമായി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല, ആയിട്ടില്ല. അതിനെക്കുറിച്ച് ആധികാരികൾ പറയാനും അതെ. ധൃതിയുണ്ടല്ലോ. എനിക്ക് അല്ല, ധൃതിയുടെ പ്രശ്നമല്ല. അറിയാമല്ലോ, രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവർ പറയും. എല്ലാ കാര്യവും ഞാൻ പറയാൻ ഞാനാളല്ലല്ലോ. അല്ല, അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ്, ഇപ്പം റെജി ലൂക്കോസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ BJPയിലേക്ക് ഈ CPMൽ നിന്ന് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് എങ്ങനെയാണ്? CPMൽ നിന്നാണ് കോൺഗ്രസ്സാണ് BJPയിലേക്ക് വരാനുള്ള സാധ്യത? 2 പാർട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് നേതാക്കന്മാരും വോട്ടും വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ വോട്ട് ഇപ്പോൾ വരുന്നത് CPM. ഞാൻ മനസ്സിലായി, എൻ്റെ വിലയിരുത്തലിൽ പല അകലെയുള്ള CPMൻ്റെ സിറ്റിംഗ് വാർഡിൽ എത്രയാണ് ഞങ്ങൾ പിടിച്ചു. അവിടെ CPM അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ പിടിച്ച CPMൻ്റെ വാർഡുകളാണല്ല, കോൺഗ്രസ് വാർഡ് കുറവായിരുന്നല്ലോ. അവർക്ക് പിടിക്കാവുന്നില്ല, ലിറ്ററിനുള്ളൂ. അതായത് ഇതൊരു വലിയൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. BJP എന്തായാലും വളരും. ഈ BJPയിലേക്ക് വരുന്നത് എവിടെയാണ്? അതിപ്പം കൂടുതൽ വരുന്ന CPM ആണെന്ന് ബോധ്യമാവുന്നല്ലേ? അത് ഒരു കേഡർ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുമ്പോഴേക്കും മറ്റൊരു കേഡർ പ്രസ്ഥാനം ഓപ്റ്റ് ചെയ്യുന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. അത്തരത്തിലൊരു മാറ്റം ഞാൻ പറഞ്ഞ ഇനി വരാൻ പോകുന്ന കാലത്ത് BJPയിലേക്ക് ഒരു പ്രവാഹം CPM കൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വോട്ട് നേതാക്കന്മാരെ വലുതായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. വോട്ട്, അണികളുടെ വോട്ട് താഴെത്തട്ടിൽ നിന്നും കാര്യമായിട്ട് വരും. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനകത്ത്. ആ ഒരു ട്രെൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും കോർപ്പറേഷനിലൊക്കെ തന്നെ BJPക്ക് ഭരണം ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് CPMൻ്റെ അനുഭാവികൾ അണികളാണെന്ന്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകളും കച്ചവടവും ഒക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സംവിധാനം മാറണമെന്ന് ആഗ്രഹിച്ച CPM അനുഭാവികളാണ് കൂടുതൽ ഞാൻ കൂട്ടിയത്. BJPയുടെ മേയർ എന്ന പദവിയിലെത്തിയതിനു ശേഷം പാർട്ടിക്ക് CPMൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു പകവീട്ടലിനുള്ള ഒന്നുമില്ല. ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇതുവരെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അങ്ങനെ ഫീൽ ചെയ്തു. പിണറായി വിജയനെ പോയി കണ്ടിട്ട് എന്ത് പറഞ്ഞു? അതെ, ഞങ്ങൾ കുറച്ച് സമയം മാത്രമാണ് അന്ന് സംസാരിക്കാൻ സാധിച്ചത്. പിന്നെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഫോൺ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് എല്ലാ തരത്തിലുള്ള സഹായവും തരാം, ചില അഡ്വൈസുകളും തന്നു. അദ്ദേഹത്തിൻ്റെ ഭരണപരിചയമൊക്കെ തന്നെ ഗുണപ്പെടുന്ന തരത്തിലുള്ള സമയമാണ് സ്വീകരിച്ചത്. ഈ തിരക്കേറിയ മേയർ എന്ന നിലയിൽ ഓടി നടക്കേണ്ട സമയം ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. വിശദമായി സംസാരിക്കേണ്ടതാണ് കുറച്ചുകൂടി രാഷ്ട്രീയം. എന്തായാലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. നഗരം നന്നാവട്ടെ. രാജേഷിലൂടെ കേരളത്തിലെ BJPക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം, നന്ദി.